ബ്രൂവറി പ്ലാന്റ്, ബ്രാൻഡി പ്ലാന്റ്, വൈൻ പ്ലാന്റ് എല്ലാം കൂടെ കൊടുത്തേക്കുക. കുടിക്കാൻ വെള്ളമില്ലാത്ത പാലക്കാട്. അപ്പൊ പാവങ്ങൾക്ക് കുടിവെള്ളം വേണ്ട, ഇവർക്ക് കൊടുക്കും. 10 ഡിസ്റ്റിലറിയിൽ 7 ആരംഭിച്ചത് കോൺഗ്രസ് ഭാഗമായ സർക്കാരുകൾ ഭരിക്കുമ്പോഴാണ്. ബ്രൂവറി 2 ആരംഭിച്ചത് കോൺഗ്രസ് കാലത്ത്. വ്യവസായ സ്ഥാപനങ്ങൾക്ക് ജലം നൽകുന്നത് മഹാപാവമല്ല. കുടിവെള്ളവും ജലസേചനവും ഉറപ്പാക്കി വ്യവസായത്തിനും വെള്ളം കൊടുക്കാം. ഇനിയും നിക്ഷേപകർ ഇതുപോലെ ഗുണപരമായ നിർദ്ദേശവുമായി വന്നാൽ സർക്കാർ പ്രോത്സാഹിപ്പിക്കുക ചെയ്യും. മദ്യ ഫാക്ടറി അനുമതിയിൽ പിന്നോട്ടില്ല എന്ന് സർക്കാർ. പ്രതിപക്ഷം പിന്നോട്ട് പോകുമോ? ഈ ചോദ്യമാണ് സൂപ്പർ പ്രൈം ടൈം ഇന്ന് വിശദമായ ചർച്ചയ്ക്ക് മുന്നോട്ട് വെക്കുന്നത്. നമ്മളോടൊപ്പം അതിഥികൾ ശ്രീ PM മാർഷൽ CPM നിന്ന്, ശ്രീ ജ്യോതികുമാർ ചാമക്കാല കോൺഗ്രസിൽ നിന്ന്, ശ്രീ പ്രശാന്ത് മലവയൽ BJPയിൽ നിന്ന്. ശ്രീ ജ്യോതികുമാർ ചാമക്കാല, സർക്കാർ പിന്നോട്ടില്ല എന്നത് വ്യക്തമാക്കി കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ ഇനി പ്രതിപക്ഷത്തിന്റെ നിലപാടാണ് അറിയേണ്ടത്. പ്രതിപക്ഷം പിന്നോട്ടുണ്ടോ? ഒരിക്കലുമില്ല. സർക്കാർ പിന്നോട്ടില്ല എന്ന് പറഞ്ഞ ഒരുപാട് പദ്ധതികളിൽ നിന്ന് സർക്കാരിന് പിന്നോട്ട് പോകേണ്ടി വന്നിട്ടുണ്ട് എന്ന ചരിത്രം മുഖ്യമന്ത്രിയും ഈ പ്രോജക്റ്റിനെ അനുകൂലിക്കുന്നവരും ഓർക്കുന്നത് നന്നായിരിക്കും. ഒരുപാട് പദ്ധതികൾ ഏറ്റവും അവസാനം കേരളയിൽ ഉൾപ്പെടെ പാതി വഴിയിൽ ഉപേക്ഷിച്ച് പോയിട്ടുള്ളത് നമ്മുടെ മുമ്പിലുണ്ട്. ഇവിടെ 2018 ബ്രൂവറി ഡിസ്റ്റിലറി കൊണ്ടുവരാൻ ശ്രമിച്ചപ്പോൾ പിന്നോട്ട് പോകേണ്ടി വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ പമ്പ മണൽക്കടത്തുമായി ബന്ധപ്പെട്ട വിവാദം വന്നപ്പോൾ അതിൽ നിന്ന് പുറകോട്ട് പോകേണ്ടി വന്നിട്ടുണ്ട്. സ്പ്രിംഗ്ലർ ഇടപാടിൽ നിന്ന് പുറകോട്ട് പോകേണ്ടി വന്നിട്ടുണ്ട്. ഈ മൊബിലിറ്റി ഹെസ് എന്ന് പറയുന്ന കമ്പനിയുമായി ചേർന്ന് ഈ മൊബിലിറ്റി പദ്ധതി കൊണ്ടുവന്നപ്പോൾ അതിൽ നിന്ന് പുറകോട്ട് പോകേണ്ടി വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് കേരളയിലുമായി ബന്ധപ്പെട്ട് പുറകോട്ട് പോകേണ്ടി വന്നിട്ടുണ്ട്. ഇതുപോലെ ഒരുപാട് പ്രോജക്ട്സ് കൊണ്ടുവന്നിട്ട് പിറകോട്ട് പോകേണ്ടി വന്നിട്ടുണ്ട്. അത് ജനരോക്ഷത്തെ ഭയന്നാണ്. അത് ഇത്തരത്തിലുള്ള പിൻവാതിലൂടെ ഈ കമ്പനികൾക്ക് നൽകാൻ ശ്രമിച്ചതിനെ തുടർന്നാണ്. സ്പ്രിംഗ്ലർ പോലെയുള്ള ഇടപാടൊക്കെ നമ്മൾ ഒരുപാട് ചർച്ച ചെയ്തല്ലേ. ഡേറ്റാ ബാങ്ക് നമ്മുടെ ഡേറ്റ തന്നെ വിറ്റുകൊണ്ട് സ്പ്രിംഗ്ലർ കമ്പനിക്ക് ലാഭം ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. നോക്കൂ, ഇവിടെ മുഖ്യമന്ത്രി ഇന്ന് കുറേ കാര്യങ്ങൾ പറഞ്ഞു നിയമസഭയിൽ. അദ്ദേഹം പറഞ്ഞതിനകത്ത് നമ്മൾ കാതലായി ആലോചിക്കേണ്ടത്, അദ്ദേഹം പറയുന്നത് ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്സിനെ കുറിച്ച് പറയുന്നു. അദ്ദേഹം പറയുന്നു കുടിവെള്ളത്തെ സംബന്ധിച്ച്, അല്ലെങ്കിൽ കുടിവെള്ളം ദുരുപയോഗം ചെയ്യില്ലെന്നും അവിടെ ഫാക്ടറിക്ക് വെള്ളം നൽകുന്നത് വേറെ എന്തെങ്കിലും മാർഗത്തിലൂടെയാണ്, അല്ലെങ്കിൽ മഴവെള്ള സംഭരണിയിലൂടെയും അതുപോലെ തന്നെ കിൻഫ്രയിൽ കൊടുക്കുന്ന പൈപ്പ് ലൈനിൽ നിന്നും ടാപ്പ് ചെയ്താണ് കൊടുക്കുന്നതെന്നൊക്കെ പറയുന്നു. ഇവിടെ KWA കേരള വാട്ടർ അതോറിറ്റി തന്നെ പരസ്യമായി രംഗത്ത് വന്നു. ഞങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചാണ് ഈ പ്രോജക്റ്റുമായി മുന്നോട്ട് പോയിട്ടുള്ളത്, ഞങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചാണ് അനുമതി വാങ്ങിയിട്ടുള്ളത്, ഞങ്ങൾക്ക് ജലവിതരണം നൽകാനാകില്ല എന്ന് കൃത്യമായി KWAയുടെ സൂപ്രണ്ടിംഗ് എഞ്ചിനീയർ തന്നെ പറഞ്ഞിരിക്കുന്നു ഒരു ഭാഗത്ത്. മറുഭാഗത്ത് ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ട് തന്നെ ഇപ്പോൾ കുടിവെള്ളം ആ ജില്ലയിൽ, പാലക്കാട് ജില്ലയിൽ കുടിവെള്ളത്തിന് ക്ഷാമമുള്ള ഒരു ജില്ലയിൽ ഇത്തരത്തിൽ മദ്യവ്യവസായത്തിന് ഒരു തുള്ളി പോലും നഷ്ടം വരാതെ, അഥവാ ഒരു തുള്ളി പോലും കുറവ് വരാതെ ഞങ്ങൾ സംരക്ഷിക്കുമെന്നൊരു മുഖ്യമന്ത്രി പരസ്യമായി നിയമസഭയിൽ പറയുമ്പോൾ അവിടെ ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ, മെയ് മാസങ്ങളിൽ ഉണ്ടാകുന്ന അതിരൂക്ഷമായ വരൾച്ച, പൊതുവിൽ ആ പ്രദേശത്തുണ്ടായിട്ടുള്ള വരൾച്ചയെ സംബന്ധിച്ചൊക്കെ നമുക്ക് നല്ല ബോധ്യമുണ്ട്. അതായത് കുടിവെള്ള പ്രശ്നമില്ലാതെ ഇത് പരിഹരിച്ച് ജനങ്ങളെ വിശ്വാസത്തിലെടുത്ത് ജനങ്ങളുടെ താല്പര്യം അനുസരിച്ച് മുന്നോട്ട് പോകുമെന്നുള്ളതാണ് ഇന്ന് കേരളത്തിലെ മുഖ്യമന്ത്രി നിയമസഭയിൽ. നമുക്ക് ചോദിച്ചു പോന്നേ, ഞാൻ തിരിച്ചു ചോദിക്കുന്നത്, ജനങ്ങളുടെ കുടിവെള്ള ബുദ്ധിമുട്ട് ഇപ്പോഴും പരിഹരിക്കാൻ കഴിഞ്ഞിട്ടില്ല. ജനങ്ങളുടെ കുടിവെള്ള ബുദ്ധിമുട്ട് ഇപ്പോഴും പരിഹരിക്കപ്പെടാത്ത ജില്ലയാണെന്ന് ജനങ്ങൾ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അതിനൊരു ബുദ്ധിമുട്ടും ഉണ്ടാകാത്ത രീതിയിൽ ഞങ്ങളിത് പരിഹരിക്കുമെന്ന് പറഞ്ഞാൽ ആരാ വിശ്വസിക്കുന്നേ? കുടിവെള്ളം ഇപ്പോഴും കൊടുക്കാൻ കഴിയുന്നില്ല അല്ലേ? വേനൽ കാലത്തൊക്കെ കുടിവെള്ളക്ഷാമം അതിരൂക്ഷമാണ്. കിലോമീറ്ററുകൾക്കപ്പുറത്തുനിന്ന് കൊണ്ടുവരേണ്ടി വരുന്ന സാഹചര്യം. എന്നിരിക്കെ ഞങ്ങൾ കുടിവെള്ളത്തിന് ബുദ്ധിമുട്ടുണ്ടാകാത്ത ചോദിക്കുന്നത്, ഇപ്പോൾ ഒരു 1.25 വർഷം കഷ്ടി തെരഞ്ഞെടുപ്പിന് ആ സമയത്ത് ഒരു വലിയ ജനകീയ പ്രതിഷേധം ഉണ്ടാകാൻ പോകുന്ന ഒരു വിഷയം സർക്കാർ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകും? അപ്പോൾ സർക്കാർ അതുമായി ബന്ധപ്പെട്ട ഒരു ആത്മവിശ്വാസം നൽകുന്ന ഒരു ഘടകം അവിടെ ഉണ്ടാകുമല്ലോ. അത് കൃത്യമായി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുമെന്ന് ഉറപ്പില്ലല്ലേ? ഈ പറയുന്ന അനുമതികളെല്ലാം നേടിയെടുത്താൽ മാത്രമേ ഇതുമായി മുന്നോട്ട് പോകുകയുള്ളൂ സർക്കാർ വ്യക്തമാക്കുന്നുണ്ട്. നിങ്ങളുടെ സംശയം എവിടെയാണ്? അവിടെയാണ് പ്രശ്നം. ഇവിടെ ഈ പദ്ധതിയെ സംബന്ധിച്ച് ഞങ്ങളുടെ സംശയം അവിടെ നിൽക്കട്ടെ, CPIയുടെ സംശയം തീർക്കണ്ടേ? ഈ മന്ത്രി, നമുക്കറിയാമല്ലോ, ഈ മന്ത്രി 2-3 ദിവസമായിട്ട് മാധ്യമങ്ങളുടെ മുമ്പിൽ വന്ന് സംസാരിക്കുന്നുണ്ട്. നിങ്ങളൊക്കെ തെറ്റിദ്ധരിക്കാം, ഒരു പക്ഷേ എന്നെ കേൾക്കുന്നവർ തെറ്റിദ്ധരിക്കാം, അദ്ദേഹം അസംബ്ലിയുടെ വാതിക്കൽ നിന്നാണ് ഈ ബൈറ്റ് കൊടുക്കുന്നതെന്നൊക്കെ. അദ്ദേഹം കഴിഞ്ഞ 4 ദിവസമായി അസംബ്ലിയിലില്ലാതെ അദ്ദേഹം പാലക്കാട് ജില്ലാ സമ്മേളനത്തിൻ്റെ പേരിൽ ഒളിവിലാണ്, പാലക്കാടാണ്. എന്നിട്ട് അദ്ദേഹം വന്ന് ചോദിക്കുന്നത് എന്താ അറിയേണ്ടത്, എന്താ പ്രശ്നം, ഒന്നും അറിയാത്ത പോലെയാണ്. ഈ ചോദ്യങ്ങൾ
അദ്ദേഹത്തിൻ്റെ ജില്ലയിൽ നിന്നുള്ള ജനങ്ങൾ ഉൾപ്പെടെ ഉയർത്തിക്കൊണ്ടിരിക്കുന്ന ചോദ്യങ്ങൾ, ആ പ്രദേശത്ത് നിന്ന് വന്നുകൊണ്ടിരിക്കുന്ന ചോദ്യങ്ങളെ ഒന്നും അഡ്രസ്സ് ചെയ്യാതെ അദ്ദേഹം ഒന്നും അറിയാത്തവനെ പോലെ, പിന്നെ കഥയറിയാത്തവനെ പോലെ, കഥയറിയാതെ ആട്ടം കാണുന്നത് പോലെ നിന്നിട്ട് വല്ല കാര്യമുണ്ടോ? നമ്മളെ സംബന്ധിച്ച് നമ്മുടെ മുമ്പിൽ കാതലായ ഒരുപാട് വിഷയങ്ങളുണ്ട്. ഇവിടെ 99-ലെ എക്സിക്യൂട്ടീവ് ഓർഡർ നിലനിൽക്കെ തന്നെ നിങ്ങൾ മദ്യനയത്തിൻ്റെ ഭാഗമായി മാറ്റി എന്ന് പറയുമ്പോൾ ഇന്ന് മുഖ്യമന്ത്രി പറഞ്ഞ കാതലായ മറ്റൊരു വിഷയം ഈസ് ഓഫ് ഡൂയിങ് ബിസിനസിൻ്റെ ഭാഗമായി ഞങ്ങൾ കൊടുത്തു എന്നാണ്. അല്ലേ മധു? ഈസ് ഓഫ് ഡൂയിങ് ബിസിനസിൻ്റെ ഭാഗമായി ഞങ്ങൾ കൊടുത്തു. ശരി, കേട്ടോളൂ. ഈസ് ഓഫ് ഡൂയിങ് ബിസിനസിൻ്റെ ഭാഗമായി കൊടുക്കണമെങ്കിൽ അത് പിന്നെ ഇതിൻ്റെ കീഴിലായിരിക്കണം? ഇൻഡസ്ട്രീസ്, അതായത് വ്യവസായ നയത്തിൻ്റെ ഭാഗമായിട്ടാണ് ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്. വ്യവസായ നയത്തിൻ്റെ ഭാഗം ഇതേത് നയത്തിലാണ് വരുന്നത്? ഇത് മദ്യനയത്തിലാണ് വരുന്നത്. എന്തുകൊണ്ടാണ് ഈ മദ്യ ഫാക്ടറികളൊന്നും വ്യവസായത്തിന്റെ കീഴിലേക്ക് കൊണ്ടുവരാതെ അത് പ്രത്യേകമായി നിർത്തിയിട്ടുള്ളത്? ഇത് രണ്ടും രണ്ടാണ്. ഇത് നോക്കിപ്പോ 2023 മദ്യനയത്തിന്റെ ആമുഖം മുഖ്യമന്ത്രി ഇന്ന് വായിക്കുകയാണ്. അവിടെ വായിക്കുമ്പോൾ ഇന്ത്യൻ നിർമ്മിത വിദേശ ഞാൻ പറഞ്ഞത് എന്താണെന്ന് ആദ്യം മനസ്സിലാക്കും. ഒന്നും മനസ്സിലായിട്ടില്ല, താങ്കൾ മനസ്സിലാത്തോണ്ടാണ് ഞാൻ പറഞ്ഞത്. ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് എന്ന് അദ്ദേഹം ആവർത്തിച്ചതാണ് ഞാൻ ചോദിച്ചത്. ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് എന്ന് പറയുന്നത് വ്യവസായ നയവുമായി ബന്ധപ്പെട്ടാണ്. ഇവിടെ മദ്യനയത്തിന്റെ ഭാഗമായിട്ടാണ് ബ്രൂവറിയും ഡിസ്റ്റിലറിയും ഒക്കെ വൈനറിയും ഒക്കെ വരുന്നത്. അത് ഈസ് ഓഫ് ഡൂയിങ് ബിസിനസിന്റെ കീഴിൽ വരില്ല. അദ്ദേഹം നിയമസഭയെ തെറ്റിദ്ധരിപ്പിക്കുകയാണ്. ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് ഇൻഡസ്ട്രീസ് ഡിപ്പാർട്ട്മെന്റിന്റെ കീഴിൽ വ്യവസായ നയത്തിന്റെ ഭാഗമായിട്ടുള്ളതാണ്. ഞാൻ വളരെ ഗൗരവമുള്ള കാര്യം പറയുന്നത്. പക്ഷേ ഇവിടെ മദ്യനയത്തിന്റെ ഭാഗം ഞാൻ പറഞ്ഞു. അപ്പോൾ മദ്യനയത്തെ സംബന്ധിച്ച് മദ്യനയത്തിന് അബ്കാരീസ് ആക്ട് അനുസരിച്ചാണ് പ്രവർത്തിക്കുന്നത്. അവിടെ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് ഉണ്ടെങ്കിൽ ആർക്കും ഇവിടെ വന്നിട്ട് അങ്ങ് ഉന്നയിച്ച വിഷയം എനിക്ക് മനസ്സിലായി. മറുപടി പറയേണ്ടത് സ്വാഭാവികമായും CPM പ്രതിനിധിയാണ്. CPM പ്രതിനിധി അല്പസമയത്തിനകം ജോയിൻ ചെയ്യും. അദ്ദേഹത്തോട് ചോദിക്കുകയും ചെയ്യാം. അങ്ങ് തന്നെ പറയുന്നു ഇത് മദ്യനയത്തിന് താഴെ വരുന്ന കാര്യമാണ് എന്ന്. 2022-23 മദ്യനയത്തിന്റെ ആമുഖം ഇന്ന് മുഖ്യമന്ത്രി വായിക്കുകയാണ്. ഇവിടെ വിദേശ നിർമ്മിത മദ്യവും ബിയറും ഇറക്കുമതി ചെയ്യുകയാണ്. ഇനി അഥവാ ഇവിടെ ഉണ്ടാക്കാൻ തന്നെയുള്ള റോ മെറ്റീരിയൽസ് വേണമെങ്കിൽ അതും പൂർണ്ണമായി ഇറക്കുമതി ചെയ്യുകയാണ്. അതിലൂടെ നമുക്ക് വരുമാന നഷ്ടം ഉണ്ടാകുന്നുണ്ട്. ഇതിന്റെ ഇന്നിപ്പോൾ ദേശാഭിമാനി എഴുതിയനുസരിച്ചാണെങ്കിൽ ഇതിന്റെ ഈ ഇങ്ങോട്ട് കൊണ്ടുവരുന്ന ചെലവ് മാത്രം ഏതാണ്ട് 100 കോടിയോളം വരുന്നുണ്ട്. അപ്പോൾ ആ വരുമാന നഷ്ടം ഉണ്ടാകുന്നുണ്ട്, തൊഴിൽ നഷ്ടമുണ്ട്. ഏതാണ്ട് 100 പേർക്ക് നേരിട്ടും 1000-ലധികം പേർക്ക് പരോക്ഷമായും തൊഴിൽ നൽകുന്ന ഒരു പദ്ധതി വരികയാണ്. അപ്പൊ മദ്യനയത്തിന് കീഴിൽ തന്നെ ഇതിന് സാധുവാണ് എന്നുള്ളതാണ് സർക്കാർ വിശദീകരിക്കാൻ ശ്രമിക്കുന്നത്. മധു, താങ്കൾ പറഞ്ഞത് എനിക്ക് കൃത്യമായി മനസ്സിലാക്കേണ്ടത് ENA എക്സ്ട്രാ ന്യൂട്രൽ ആൽക്കഹോൾ ഉണ്ടാക്കുന്നതിനെ സംബന്ധിച്ചാണ് ഈ പറയുന്നത്. അതിൻ്റെ അഭാവം മൂലമാണ് ഈ സംസ്ഥാനത്ത് ഏകദേശം 17ഓളം ഡിസ്റ്റിലറികൾ തന്നെയുണ്ട്. ആ ഡിസ്റ്റിലറികൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ഡിസ്റ്റിലറികൾ എല്ലാം കൂടെ പ്രവർത്തിക്കുമ്പോൾ ഏകദേശം പ്രതിമാസം 40 ലക്ഷം കേസ് മദ്യമുണ്ടാക്കാനുള്ള കപ്പാസിറ്റിയുള്ള ഫാക്ടറികൾ കേരളത്തിലുണ്ട്. എന്നാൽ ഇപ്പോൾ സംസ്ഥാനത്ത് 14 ലക്ഷം കേസ് മദ്യങ്ങൾ മാത്രമേ പ്രതിമാസം ഉണ്ടാക്കുന്നുള്ളൂ. എന്താ കാരണം? ENA പുറത്തുനിന്ന് കൊണ്ടുവന്ന് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന പിന്നെ സാമ്പത്തിക നഷ്ടം മൂലം ഈ വ്യവസായികൾ അല്ലെങ്കിൽ ഈ സ്ഥാപനങ്ങൾ നടത്തുന്നില്ല. പക്ഷേ അതിനെ കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടി ENA ഇവിടെ സംസ്ഥാനത്ത് ഉണ്ടാക്കുന്നതിനെക്കുറിച്ച് സർക്കാരിൻ്റെ മദ്യനയത്തിൽ പറഞ്ഞു എന്നിരിക്കട്ടെ. ആ ENA ഉണ്ടാക്കുന്ന സ്ഥലത്ത് ENA ഉണ്ടാക്കാൻ തീരുമാനിക്കുമ്പോൾ പിന്നെ നിങ്ങൾ എന്തിനാണ് ബ്രൂവറി കൊടുക്കുന്നത്? നിങ്ങൾ എന്തിനാണ് ഡിസ്റ്റിലറി കൊടുക്കുന്നത്? നിങ്ങൾ എന്തിനാണ് വൈനറി കൊടുക്കുന്നത്? അപ്പോൾ ഇനി മറ്റൊരു വിചിത്രമായ വാദം മുഖ്യമന്ത്രി പറഞ്ഞെന്താ? മുഖ്യമന്ത്രി പറഞ്ഞത് ഇത് പിന്നെ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ഇതിനു വേണ്ടി ഞാൻ കുറിച്ച് വെച്ചിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞ വാചകം, ഈ സംസ്ഥാനത്ത് കേന്ദ്ര സർക്കാരിൻ്റെ എണ്ണ കമ്പനികളുടെ എത്തനോൾ നിർമ്മാണത്തിന് കേരളത്തിൽ നിന്ന് സെലക്ഷൻ പ്രോസസ്സിൽ തിരഞ്ഞെടുക്കപ്പെട്ടത് ഇവർ മാത്രമാണ്. കേന്ദ്ര സർക്കാർ സുതാര്യമായി നടപ്പിലാക്കിയ സെലക്ഷൻ പ്രോസസ്സിലൂടെയാണ് തിരഞ്ഞെടുത്തത്. അല്ലേ? അങ്ങനെയല്ലേ പറഞ്ഞത്? നോക്കൂ, അവിടെ എക്സ്പ്രഷൻ ഓഫ് ഇൻട്രസ്റ്റ് വിളിച്ചിട്ടുള്ളത് 11/8/2023 11/8/2023 എക്സ്പ്രഷൻ ഓഫ് ഇൻട്രസ്റ്റ് വിളിക്കുമ്പോൾ ഇപ്പോൾ 2025 കൊടുത്ത അനുമതിയെ സംബന്ധിച്ച് 2023 തന്നെ ഈ സംസ്ഥാനത്ത് കമ്പനി ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് കേന്ദ്ര സർക്കാരിനെ അവർക്ക് അറിയിക്കാൻ കഴിയുമോ? അവർക്ക് ഈ പ്രദേശത്ത് കമ്പനി സ്ഥാപിക്കാൻ പോകുന്നു പറഞ്ഞുകൊണ്ട് അവർക്ക് സമീപിക്കാൻ കഴിയുമോ? 2023 ഈ സ്ഥലമേറ്റെടുത്താൽ ഉടനെ കമ്പനി കിട്ടിയെന്നായോ? അവിടെയാണ് പ്രശ്നം. അതാണ് പ്രശ്നവും. സ്ഥലമേറ്റെടുത്തപ്പോൾ തന്നെ ഞങ്ങൾ കമ്പനി തുടങ്ങി കഴിഞ്ഞു എന്ന് കേന്ദ്ര സർക്കാരിനെ അറിയിച്ചുകൊണ്ട് അവർ എംപാനൽ ചെയ്യപ്പെടുന്നു. അവർക്ക് ലെറ്റർ ഓഫ് ഇൻറ്റന്റ് കിട്ടുന്നു. അവർക്ക് ലെറ്റർ ഓഫ് ഇൻറ്റന്റ് കിട്ടി 2 വർഷത്തിനുള്ളിൽ അവർ ഇത്തരത്തിലുള്ള എത്തനോൾ അഥവാ പിന്നെ നമ്മൾ പറയുന്ന ആൽക്കഹോൾ ഇത് പെട്രോളിൽ ചേർക്കാൻ വേണ്ടി 20% വരെ 5 മുതൽ 20% വരെ ചേർക്കാമെന്നുണ്ട്. അതിനുവേണ്ടി അവർ വിതരണം ചെയ്യാമെന്ന് സമ്മതിച്ചിരിക്കുന്നു. അവർക്ക് ലെറ്റർ ഓഫ് ഇൻറ്റന്റ് കിട്ടിയിരിക്കുന്നത് 2 വർഷത്തിനുള്ളിൽ അവർ വിതരണം ആരംഭിക്കണമെന്ന് പറഞ്ഞുകൊണ്ടാണ് ലെറ്റർ ഓഫ് ഇൻറ്റന്റ് കിട്ടിയിരിക്കുന്നത്. ആ 2 വർഷത്തെ കാലയളവ് 28/3/2026 തീരുകയാണ്. 1 വർഷം കഴിയുമ്പോൾ തീരുകയാണ്. അങ്ങനെയല്ല താങ്കൾ ചോദിക്കുന്നതല്ലേ ഞാൻ മറുപടി പറയുന്നത്. താങ്കൾ ചോദിച്ചാൽ മറുപടി. അപ്പോൾ അങ്ങനെ വരുമ്പോൾ എൻ്റെ ചോദ്യം, ഇവിടെ പെട്രോളിയം പ്രോഡക്ട്സിലേക്ക് ഇത്തരത്തിൽ എത്തനോൾ ചേർക്കാൻ വേണ്ടിയാണ് ഈ ഫാക്ടറി തുടങ്ങിയെങ്കിൽ പിന്നെ എന്തിനാണ് ബ്രൂവറി? എന്തിനാണ് ഇന്ത്യൻ മെയ്ഡ് ഫോറിൻ ലിക്വർ ബോട്ടിലിംഗ് യൂണിറ്റ് ഉണ്ടാക്കുന്നത്? എന്തിനാണ് വൈനറി?
എന്തിനാ ഡിസ്റ്റിലറി? അപ്പോൾ എത്തനോൾ ഉണ്ടാക്കുക അല്ല ഈ കമ്പനിയുടെ താല്പര്യം. ഈ കമ്പനിയുടെ കീഴിൽ ഒയാസിസിന്റെ പേരിൽ ഈ രാജ്യത്തുള്ള എല്ലാ മദ്യ വ്യവസായങ്ങളും ഒരു കുടക്കീഴിൽ തുടങ്ങാൻ പറയുന്ന ENA നിർമ്മിക്കുന്നത് പെട്രോൾ ആവശ്യങ്ങൾക്കുമാണ് എന്ന് പറയുന്നുണ്ടോ? ഇല്ല, അത് ഇവിടെ വേണം എന്നുള്ളത് ഉത്പാദിപ്പിക്കുന്ന ഈ പറയുന്ന 24ാമത്തെ പാരഗ്രാഫ് എന്നത് സംബന്ധിച്ച് നിങ്ങൾ കഴിഞ്ഞ ദിവസം ഉന്നയിക്കുന്നുണ്ടല്ലോ, അത് പ്രോത്സാഹിപ്പിക്കാൻ യൂണിറ്റിന് അനുമതി നൽകും എന്നുള്ളത് വ്യക്തമാക്കിയിട്ടുണ്ട് മദ്യനയത്തിൽ. അതിനൊപ്പം ഈ പറയുന്ന റോ മെറ്റീരിയൽ മാത്രമല്ലെന്നേ, ഇന്ത്യ നിർമ്മിത വിദേശ മദ്യവും ബിയറും അതും ഇറക്കുമതി ചെയ്യുകയാണ്. അതും ഇറക്കുമതി ചെയ്യുമ്പോൾ നമുക്ക് നഷ്ടമുണ്ടാകുന്നുണ്ട്. GST അടക്കമുള്ളവ കൊടുക്കേണ്ടി വരുന്നുണ്ട്. അതിലൂടെ ഉണ്ടാകുന്ന തൊഴിൽ നഷ്ടം നമുക്കുണ്ട്. അപ്പോൾ ഇതെല്ലാം പരിഹരിക്കാൻ വേണ്ടി എല്ലാം അടങ്ങുന്ന ഒരു ഫാക്ടറി. ഞാൻ അതിനാണ് താങ്കൾക്ക് കൃത്യമായി കണക്ക് പറഞ്ഞു തന്നത്. ഈ സംസ്ഥാനത്തുള്ള 17 ഡിസ്റ്റിലറികളിൽ ചേർന്നുകൊണ്ട് അവർക്ക് പ്രതിമാസം ഉൽപ്പാദിപ്പിക്കാൻ കഴിയുന്ന 40 ലക്ഷം കേസിൽ നിന്ന് 14 ലക്ഷം കേസ് മാത്രമാണ് പ്രതിമാസം ഉൽപ്പാദിപ്പിക്കുന്നത്. അവരുടെ കപ്പാസിറ്റി അനുസരിച്ചുള്ള പ്രൊഡക്ഷൻ ഇല്ല. ആ പ്രൊഡക്ഷൻ ഇല്ലാത്തത് ENA ഇല്ലാത്തത് കൊണ്ടാണ്. ആ ENA ഇല്ലാത്തത് കൊണ്ട് പുറത്തു കൊണ്ടുവരുന്നതിനുള്ള നഷ്ടം കൊണ്ടാണെങ്കിൽ ഇപ്പോൾ ENA ഉൽപ്പാദിപ്പിക്കാൻ കൊടുത്താൽ നമ്മുടെ ഇപ്പൊ സർക്കാരിന് ആവശ്യമുള്ള അല്ലെങ്കിൽ വിപണിയിൽ ആവശ്യമുള്ള മദ്യം മാത്രമേ നിർമ്മിക്കാൻ പാടുള്ളൂ. അത് നിർമ്മിക്കാനുള്ള കപ്പാസിറ്റി നിലവിലുള്ള കമ്പനികൾക്കുണ്ട് എന്നുള്ളത് കൊണ്ട് ഇവിടെ ഒരു വ്യവസായ സ്ഥാപനം തുടങ്ങാനുള്ള ഒരു പ്രപ്പോസൽ വരുന്ന സമയത്ത് അതിനെ എതിർക്കേണ്ടതുണ്ട്, സർക്കാർ എന്ന നിലപാട് സ്വീകരിക്കേണ്ടതുണ്ടോ എന്നുള്ളൊരു ചോദ്യമാണ്. ഒരു മിനിറ്റ്, എന്തായാലും നമ്മൾ കുറെ നേരം സംസാരിക്കല്ലേ, ആ ചോദ്യം അങ്ങ് മനസ്സിൽ വെച്ചോളൂ. ഞാൻ മറ്റതിലേക്ക് പോയിട്ട് വരാം. PM അർഷോ കേൾക്കാമോ? കേൾക്കാമോ? കേൾക്കാം. ഓക്കെ, ശ്രീ PM അർഷോ, ഇത് CPM-ന്റെ അല്ലെങ്കിൽ സർക്കാരിന്റെ DNA-യിലുള്ള അഴിമതിയുടെ പ്രതിഫലനം എന്നുള്ളതാണ് പ്രതിപക്ഷം ഉന്നയിച്ച ആരോപണം എന്ന് പറയുന്നത്. ഇതിപ്പോ ഏതാണ്ട് 5 ലക്ഷം ലിറ്ററിന്റെ മഴവെള്ള സംഭരണി ഉണ്ടാക്കും, അവിടെ കുടിവെള്ള പ്രശ്നം ഉണ്ടാകില്ല എന്ന് സർക്കാർ വാദിക്കുന്നു, അല്ലെങ്കിൽ സർക്കാർ അതിനെ വിശദീകരിക്കുന്നു. അവിടെ മഴ ദൗർലഭ്യമുള്ള മേഖലയാണ്, കുടിവെള്ള ദൗർലഭ്യമുള്ള മേഖലയാണ്, ഇനി വരുന്നത് വേനൽക്കാലമാണ് അടക്കമുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഇതൊരു ജനകീയ പ്രശ്നമാണ് എന്ന് പ്രതിപക്ഷം വിശദീകരിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നത്. കൃത്യമായി സഭയിൽ ഇതിനെ പ്രതിരോധിക്കാൻ കഴിയുന്ന ആത്മവിശ്വാസം സർക്കാരിനുണ്ടോ? ഈ പദ്ധതിയുമായി മുന്നോട്ട് എന്ന് പറയുമ്പോൾ പ്രതിപക്ഷം ഇതുവരെ കൊണ്ടുവന്ന, നിങ്ങൾ പറയുന്നത് പോലെ കൊണ്ടുവന്ന പല ആരോപണങ്ങളിൽ ഒന്നായി കെട്ടടങ്ങി പോകും എന്നുള്ളതാണോ നിങ്ങളുടെ ആത്മവിശ്വാസം? തീർച്ചയായിട്ടും കേരളത്തിൻ്റെ മുഖ്യമന്ത്രി തന്നെ ഈ പദ്ധതിയുമായി സംസ്ഥാന സർക്കാർ മുന്നോട്ടാണ് എന്നുള്ളതെന്ന് കേരള നിയമസഭയ്ക്കകത്ത് വ്യക്തമാക്കിയിട്ടുള്ളതാണ്. അപ്പോൾ പിന്നോട്ടാണോ എന്നുള്ളതിനകത്ത് പിന്നോട്ടല്ല, മുന്നോട്ട് തന്നെയാണ് എന്നുള്ളതാണ് ഞങ്ങൾക്ക് പറഞ്ഞു വെക്കാനുള്ളത്. അതിനോടൊപ്പം തന്നെ പ്രതിപക്ഷം പിന്നോട്ട് പോവുക തന്നെ ചെയ്യും എന്നതിൽ തർക്കമില്ല. കാരണം നമുക്കറിയാം, കഴിഞ്ഞ 8-9 വർഷമായി കേരളത്തിനകത്ത് എന്തെല്ലാം, അത് കേരളത്തിനകത്ത് വികസന പ്രവർത്തനങ്ങളാണെങ്കിലും വിവിധങ്ങളായ വ്യവസായ സംരംഭങ്ങളുമായി ബന്ധപ്പെട്ടാണെങ്കിലും പല നിലയ്ക്കുള്ള തെറ്റായ ആരോപണങ്ങൾ ഉന്നയിച്ചു അത് പൊതുസമൂഹത്തിൻ്റെ മുൻപിൽ വെളിവാക്കപ്പെടുന്ന ഘട്ടത്തിൽ എങ്ങനെയാണ് പ്രതിപക്ഷം പിന്നോട്ട് പോയത് എന്നതിൻ്റെ നിരവധിയായ ഉദാഹരണങ്ങൾ നമ്മുടെ മുൻപിലുണ്ട്. അത് ഇപ്പോൾ പൂർത്തീകരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ദേശീയപാത വികസനവുമായി ബന്ധപ്പെട്ട് ഒരു കാരണവശാലും കേരളത്തിലെ ദേശീയപാത വികസിപ്പിക്കാൻ അനുവദിക്കില്ല എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടികളുടെ ഒക്കെ തന്നെ ഒരു മുന്നണി രൂപീകരിച്ച് ഇവിടെ നടത്തിയിട്ടുള്ള സമരാഭാസങ്ങൾ നമ്മുടെ മുൻപിലുണ്ട്. എന്നാൽ ദേശീയപാത വികസനം പൂർത്തീകരിക്കാൻ വേണ്ടി പോവാണ്. ഇടവൺ കൊച്ചി പവർ ഹൈവേ കേരളത്തിനകത്ത് നടപ്പിലാക്കാൻ വേണ്ടി സാധിക്കില്ല, അനുവദിക്കില്ല എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് കേരളത്തിൻ്റെ പ്രതിപക്ഷം തെരുവിലിറങ്ങിയതാണ്. അത് പൂർത്തീകരിക്കപ്പെട്ടതിൻ്റെ അനുഭവം നമ്മുടെ മുൻപിലുണ്ട്. ഗെയിൽ പൈപ്പ് ലൈനുമായി ബന്ധപ്പെട്ട് ഇതിവിടെ അനുവദിക്കില്ല, നടപ്പാക്കാൻ അനുവദിക്കില്ല, ഇതിൻ്റെ പ്രവർത്തനം പൂർത്തീകരിക്കാൻ അനുവദിക്കില്ല എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് കേരളത്തിലെ പ്രതിപക്ഷം തെരുവിലിറങ്ങിയതിൻ്റെ ഓർമ്മകൾ നമുക്കുണ്ടാകും. അത് പൂർത്തീകരിക്കുന്നതിന് വേണ്ടി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റിന് കഴിഞ്ഞു. സമാനമായ നിലയിൽ എത്രയോ ഇപ്പോൾ AI ക്യാമറകൾ ഈ ദിവസങ്ങളിലൊക്കെ തന്നെ പുറത്തേക്ക് വരുന്നുണ്ട്. കേരളത്തിലെ അപകട നിരക്ക് കുറഞ്ഞതുമായി ബന്ധപ്പെട്ടിട്ടുള്ള വാർത്തകൾ ഉൾപ്പെടെ AI ക്യാമറയ്ക്ക് മുകളിലേക്ക് കൊട്ട വെച്ചുകൊണ്ട് കേരളത്തിൻ്റെ തെരുവിലിറങ്ങി സമരാഭാസം നടത്തിയ പ്രതിപക്ഷ യുവജന സംഘടനകളൊക്കെ നമ്മുടെ മുൻപിൽ ഓർമ്മയിലുണ്ടാകും. പക്ഷേ അതിൽ നിന്ന് അവർക്ക് പുറകോട്ട് പോകേണ്ടതായി വന്നു. KFON ഉൾപ്പെടെ നിരവധിയായിട്ടുള്ള കഴിഞ്ഞ 9 വർഷക്കാലം എണ്ണി പറയാനായിട്ട് നിരവധിയായിട്ടുള്ള പൊള്ളയായ ആരോപണങ്ങൾ പ്രതിപക്ഷം കേരള പൊതുസമൂഹത്തിന് മുൻപിൽ വെച്ചത് നമ്മുടെ മുൻപിലുണ്ട്. അവയെല്ലാം പൊളിഞ്ഞു വീഴുകയും അവയൊക്കെയുമായി ബന്ധപ്പെട്ട് കേരളത്തിൻ്റെ ഗവൺമെൻറ് മുന്നോട്ട് പോയതിൻ്റെ ഒക്കെ അനുഭവം നമ്മുടെ മുൻപിലുണ്ട്. സമാനമായ നിലയിൽ തന്നെ ഇതും പ്രതിപക്ഷത്തിന് പുറകോട്ട് പോകേണ്ടി വരും എന്നുള്ളതിനകത്ത് തർക്കമില്ല. ഈ 2-3 ദിവസത്തിനുള്ളിൽ തന്നെ ഇവർ ആരോപണം ഉന്നയിച്ചതിൽ നിന്നും പലകുറി പുറകോട്ട് പോയത് ഇതിനോടൊപ്പം തന്നെ നമ്മൾ കണ്ടിട്ടുണ്ട്. ഇപ്പോൾ ഈ ചർച്ച എനിക്ക് തോന്നുന്നു ഇതിൻ്റെ ഒരു 10-15 മിനിറ്റ് പൂർത്തീകരിക്കുന്ന ഘട്ടത്തിൽ, അല്ലെങ്കിൽ ആദ്യ ഘട്ടത്തിൽ കോൺഗ്രസിൻ്റെ പ്രതിനിധി ഉൾപ്പെടെ സംസാരിച്ച് പോകുന്ന സാഹചര്യത്തിൽ ഇവർ ഈ വിവാദം ആരംഭിക്കുന്നത് അഴിമതി ആരോപണം ഉന്നയിച്ചുകൊണ്ടായിരുന്നു. ആ അഴിമതി ആരോപണത്തിൽ ഇപ്പോൾ സ്റ്റെക്ക് ചെയ്യണില്ല എന്നുള്ളതാണ്.
കേരളം കണ്ടിട്ടുള്ളതിലേക്ക് വെച്ച് ഏറ്റവും വലിയൊരു അഴിമതി നടന്നിരിക്കുന്നു, ആ അഴിമതി ഞങ്ങൾ പുറത്തു കൊണ്ടുവന്നിരിക്കുന്നു തുടങ്ങിയിട്ടുള്ള വാദങ്ങളുമായിട്ടായിരുന്നു. വലിയൊരു അഴിമതിയാണ് ഇത് എന്നുള്ള നിലയ്ക്ക് ചിത്രീകരിച്ചുകൊണ്ടായിരുന്നു കേരളത്തിൻ്റെ പ്രതിപക്ഷം ആദ്യം രംഗത്തെത്തിയിട്ടുള്ളത്. അപ്പോൾ ഈ ദിവസങ്ങളിൽ നമ്മൾ കണ്ടു അത് അങ്ങനെ ഒരു അഴിമതിയാണെന്നില്ല. ഇപ്പം ഇന്ന് ഈ നിമിഷം എത്തുമ്പോഴേക്കും ആ അഴിമതി ആരോപണത്തിൽ നിന്നും അവർ പുറകോട്ട് പോകുന്നത് നമ്മൾ കാണുകയാണ്. കേരളത്തിൻ്റെ നിയമസഭയിലേക്ക് ഇത്രയും വലിയൊരു അഴിമതിയാണെന്നുണ്ടെങ്കിൽ ഒരു അടിയന്തര പ്രമേയം കേരളത്തിൻ്റെ നിയമസഭയിൽ കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടുള്ള ഉത്തരവാദിത്വം കേരളത്തിൻ്റെ പ്രതിപക്ഷത്തിനുണ്ടല്ലോ. അതിന് അവർ തയ്യാറാകാതിരിക്കുന്നതിൻ്റെ നില അഴിമതി ആരോപണത്തിൽ നിന്ന് പുറകോട്ട് പോയി. ഇവരിപ്പോൾ നിലവിൽ കുടിവെള്ള ക്ഷാമവുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നമാണ് കേരളത്തിൻ്റെ പൊതുസമൂഹത്തിന് മുമ്പിൽ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിനുൾപ്പെടെ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ഇന്ന് സഭയ്ക്കകത്ത് മറുപടി പറഞ്ഞു പോയിട്ടുണ്ട്. അപ്പോൾ നമുക്കറിയാം എങ്ങനെയാണ് ഒരു വ്യവസായ സ്ഥാപനം കേരളത്തിനകത്ത് ആരംഭിക്കുമ്പോൾ പോയ കാലത്ത് കോൺഗ്രസ് അതിനോട് പുലർത്തിയിട്ടുള്ള സമീപനം എന്താണ് എന്നുള്ളതിനെ സംബന്ധിച്ച് നമ്മുടെ മുൻപിൽ ഒരുപാട് അനുഭവങ്ങളുണ്ട്. ഒരു നിലയ്ക്കുള്ള വ്യവസായങ്ങളും കേരളത്തിൽ വരേണ്ടതില്ല, ഒരു നിലയ്ക്കുള്ള വികസന പ്രവർത്തനങ്ങളും കേരളത്തിൽ വരേണ്ടതില്ല. അതിൻ്റെ ഒരു മെറിറ്റിലേക്കും കടക്കുന്നില്ല. ഞങ്ങൾ എന്ത് കൊണ്ടുവന്നാലും ഈ കേരളത്തിനകത്തേക്ക് എന്ത് കടന്നു വന്നാലും അതിനെ ആകെ എതിർക്കുക എന്നുള്ളത് മാത്രമാണ് തങ്ങളുടെ രാഷ്ട്രീയ പ്രവർത്തനം എന്ന നിലയിലേക്ക് കേരളത്തിൻ്റെ പ്രതിപക്ഷം പോയിക്കൊണ്ടിരിക്കുന്നത് ലജ്ജാകരാണ്. അപ്പൊ ഈ ഒരു പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഈ ഒരു വ്യവസായ സംരംഭവുമായി നമുക്ക് ചോദിക്കാം, അഴിമതി ആരോപണത്തിൽ നിന്ന് കോൺഗ്രസ് UDF ഒക്കെ പിന്നോട്ട് പോയിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് ചോദിക്കാം. പക്ഷേ കോൺഗ്രസ് ഇപ്പോ സ്റ്റിക്ക് ഓൺ ചെയ്യുന്ന ഒരു കാര്യമുണ്ടല്ലോ, അത് ജലദൗർലഭ്യവുമായി ബന്ധപ്പെട്ട പ്രശ്നമാണ്. പാലക്കാട് കുടിവെള്ള പ്രശ്നമില്ല എന്നങ്ങ് പാലക്കാട് സ്വദേശി കൂടിയാണല്ലോ. ഇപ്പോ വ്യവസായ സ്ഥാപനങ്ങൾക്ക് വെള്ളം കൊടുക്കുന്നത് മഹാഭാവമല്ല എന്ന് മുഖ്യമന്ത്രി പറയുന്നു. ജനങ്ങൾക്ക് വെള്ള പ്രശ്നമുണ്ടെങ്കിൽ അത് പരിഹരിക്കുന്നതും ആ ഗണത്തിൽ പെടില്ല എന്ന് അറിയാമല്ലോ. അപ്പോൾ പാലക്കാട് ഒരു മഴനിഴൽ പ്രദേശമാണ്, അവിടെ കുടിവെള്ള പ്രശ്നമുണ്ട്, അത് പരിഹരിക്കാൻ ഇതുവരെയും കഴിഞ്ഞിട്ടില്ല എന്ന് കഴിഞ്ഞ ദിവസം നമുക്ക് പറയുന്നത് എലപ്പുള്ളി പഞ്ചായത്തിലെ പ്രസിഡന്റ് തന്നെ മാധ്യമങ്ങളോട് സംസാരിക്കുമ്പോൾ കുടിവെള്ള പ്രശ്നമുണ്ട് എന്നടക്കമുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് വെള്ളമുണ്ടെങ്കിൽ, നമുക്ക് വെള്ളത്തിന് വഴിയുണ്ടെങ്കിൽ, മാർഗമുണ്ടെങ്കിൽ ഇത് പരിഹരിക്കാൻ കഴിയും എന്നിരിക്കെ എന്തുകൊണ്ടാണ് അത് സാധ്യമാകാത്തതെന്ന് ചോദിക്കുന്നുണ്ട് പ്രതിപക്ഷം. അല്ല, കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ കുടിവെള്ള ദൗർലഭ്യവുമായി ബന്ധപ്പെട്ടിട്ടൊക്കെയുള്ള വിഷയങ്ങൾ നമുക്ക് ചർച്ച ചെയ്യാം. അതിനകത്തൊന്നും തർക്കമില്ല. പലയിടങ്ങളിലും വലിയ കുടിവെള്ള പ്രശ്നങ്ങൾ അനുഭവിച്ചുകൊണ്ടിരുന്ന പല പ്രദേശങ്ങളും കേരളത്തിൻ്റെ പല ഭാഗങ്ങളും ഉണ്ടായിട്ടുണ്ട്, തർക്കമില്ല. അതൊക്കെ പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള വളരെ ക്രിയാത്മകമായിട്ടുള്ള ഇടപെടൽ സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന്, അതേപോലെ തന്നെ ഈ പറഞ്ഞ പോലെ ത്രിതല പഞ്ചായത്ത് സംവിധാനങ്ങളുടെ ഭാഗത്തു നിന്നൊക്കെ പോയ കാലത്ത് നമ്മുടെ നാടിനകത്ത് ഉണ്ടായിട്ടുണ്ട്. അതുണ്ടാകാത്ത ഇടങ്ങളുമുണ്ട്, തർക്കമില്ല. അവിടെയൊക്കെ ഈ പറഞ്ഞ പോലെ മനുഷ്യൻ്റെ അടിസ്ഥാനപരമായിട്ടുള്ള അവകാശങ്ങളൊക്കെ തന്നെ പരിഹരിച്ച് പോകണം. കുടിവെള്ള ക്ഷാമമൊന്നും ഈ ഒരു കാലഘട്ടത്തിൽ എവിടെയും ഉണ്ടാകാൻ വേണ്ടി പാടില്ല എന്നുള്ളതിനകത്തൊന്നും തർക്കമില്ല. ഈ പ്രൊജക്റ്റുമായി ബന്ധപ്പെട്ട് വളരെ കൃത്യമായി സംസ്ഥാന സർക്കാർ പറയുന്നുണ്ട്, ജനങ്ങളെ വിശ്വാസത്തിലെടുത്തുകൊണ്ട് ഒരു നിലയ്ക്കും കുടിവെള്ള ലഭ്യത, അതേപോലെ തന്നെ ജലസേചനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ലഭ്യത ഉൾപ്പെടെ തടഞ്ഞ് വെക്കുന്ന നിലയിൽ അല്ലെങ്കിൽ അതിന് പ്രയാസം ഉണ്ടാക്കുന്ന നിലയിലേക്ക് പദ്ധതി പോകുന്ന നിലയുണ്ടാകില്ല എന്ന് വളരെ കൃത്യമായി, എങ്ങനെയെല്ലാം ഈ പറഞ്ഞ പോലെ കുടിവെള്ള പ്രശ്നം പരിഹരിച്ച് ഈ പറഞ്ഞ പോലെ ഈ നിലവിലുള്ള കുടിവെള്ള സംവിധാനത്തിന് അല്ലെങ്കിൽ അതിനകത്ത് കൂടുതൽ മെച്ചപ്പെടുത്തേണ്ടതായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ മെച്ചപ്പെടുത്തണം. അതിനകത്തൊന്നും യാതൊരു തർക്കമില്ല കേട്ടോ. അതിന് എന്താ പറയുക, വിഘാതം ഉണ്ടാകുന്ന നിലയിലേക്ക് പ്രൊജക്ട് മുന്നോട്ട് പോകുന്ന നില ഉണ്ടാകില്ല എന്ന് വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. ഇനി അങ്ങനെ ജനങ്ങളെ വിശ്വാസത്തിലെടുത്ത് കൊണ്ടുപോകും, നാട്ടുകാരുടെ താല്പര്യമനുസരിച്ച് പദ്ധതിയുമായി മുന്നോട്ട് പോകും. ഇനി എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിലും പരിഹരിക്കുമെന്ന് മുഖ്യമന്ത്രി സഭയിൽ ഉറപ്പ് നൽകിയ കാര്യം എന്നുള്ളതാണ് CPM പ്രതിനിധി ആവർത്തിക്കുന്നത്. ശ്രീ പ്രശാന്ത് മലവയൽ, അതിനിടയിൽ ഇപ്പോ BJP ഇന്നിപ്പോ ദേശാഭിമാനി പത്രത്തിന്റെ ഫ്രണ്ട് പേജിലുള്ള ഒരു വാർത്ത എന്ന് പറയുന്നത്, നിങ്ങളുടെ ദേശീയ നേതാവ് കൂടിയായ N ശിവരാജൻ പറയുന്നത്, അവിടുത്തെ കർണാടകയിലെ സ്പിരിറ്റ് ലോബിക്ക്, കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനത്തെ സ്പിരിറ്റ് ലോബിക്ക് വേണ്ടിയാണ് കോൺഗ്രസ് അവിടെ സമരം നടത്തുന്നത്. BJPയുടെ ശ്രീ N ശിവരാജന്റെ ആരോപണമാണ്. ആ സമരത്തിന് കുടപിടിക്കുന്ന സ്വഭാവമാണ് അവിടുത്തെ ജില്ലാ നേതൃത്വം സ്വീകരിക്കുന്നത്. അത് ജനങ്ങൾക്കെതിരായ സമരമാണ് എന്ന് പറഞ്ഞു എന്നുള്ളതാണ്. BJPയിൽ ഇതിൽ രണ്ടഭിപ്രായമുണ്ടോ? ഈ സമരത്തെ BJP എങ്ങനെയാണ് കാണുന്നത്? ആദ്യമായി BJPക്ക് ഇതിൽ ഒറ്റ അഭിപ്രായം മാത്രമുള്ളൂ. ആ അഭിപ്രായം BJPയുടെ ആരാധ്യനായിട്ടുള്ള സംസ്ഥാന അധ്യക്ഷൻ ഈ സമൂഹത്തോട് പറഞ്ഞിട്ടുണ്ട്. ഒരു കാരണവശാലും ഈ നയം പുതുതായി കൊണ്ടുവരുന്ന ഈ നയത്തോട് യോജിക്കാൻ കഴിയില്ല എന്നുള്ളത് അദ്ദേഹം ആവർത്തിച്ച് വ്യക്തമാക്കിയിട്ടുണ്ട്. പ്രിയപ്പെട്ട ശിവരാജേട്ടനെ പോലെയുള്ള ആളുകൾ, ഇപ്പോൾ നമുക്കറിയാം, നിങ്ങൾ ദേശാഭിമാനിയിലെ വാർത്ത വായിക്കണ്ട. ഇന്നലെ നിങ്ങൾ അവിടെ ബൈറ്റ് കൊണ്ടുപോയപ്പോൾ, ബൈറ്റ് എടുക്കാൻ ചെന്നപ്പോൾ അദ്ദേഹം പറഞ്ഞിട്ടുള്ള വാദങ്ങളൊക്കെ നിങ്ങൾ കേട്ടു. ഹെലികോപ്റ്ററിൽ വെള്ളം കൊണ്ടുവന്നോട്ടെ, അതായത് അദ്ദേഹത്തിൻ്റെ ആ ഒരു ശൈലിയിൽ അദ്ദേഹം പല കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. അതായത് ആ വെള്ളത്തിന്റെ ദൗർബല്യതയൊക്കെ അദ്ദേഹം അതിൽ തന്നെ ആ ബൈറ്റിൽ തന്നെ സൂചിപ്പിച്ചതും നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ BJPക്കെതിരെ എതിരഭിപ്രായങ്ങളൊന്നുമില്ല.
ഒരേ ഒരു അഭിപ്രായമുള്ളൂ, ഇത്തരത്തിലുള്ള നയമാറ്റം, സുതാര്യമല്ലാത്ത നയമാറ്റം അനുവദിക്കില്ല. പൊതുജനങ്ങളോട് പറയേണ്ട കാര്യങ്ങൾ വളരെ കൃത്യമായിട്ട് പറഞ്ഞ് അതിൽ ആശങ്കകളുണ്ടെങ്കിൽ പരിഹരിച്ച് മുന്നോട്ട് പോകുന്ന എല്ലാ വ്യവസായത്തെയും ഭാരതീയ ജനതാ പാർട്ടി അനുകൂലിക്കും. ഇത് വ്യവസായമല്ല, നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇതൊരു മദ്യവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള സംവിധാനങ്ങളാണ്. ഘട്ടം ഘട്ടമായിട്ട് കേരളത്തിലെ മദ്യ ഉപഭോഗം കുറയ്ക്കുമെന്ന് പ്രകടന പത്രികയിൽ ആവർത്തിച്ച് പറഞ്ഞ് അധികാരത്തിൽ വന്നിട്ടുള്ള സർക്കാർ ഈ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവൃത്തികൾ എന്താണെന്ന് നമുക്കറിയാം. ഓരോ ഘട്ടത്തിലും മദ്യത്തിന്റെ ലഭ്യത കൂട്ടുന്നതിന് വേണ്ടി, മദ്യത്തിന്റെ ഒഴുക്ക് കൂട്ടുന്നതിന് വേണ്ടിയിട്ടുള്ള ആസൂത്രിതമായിട്ടുള്ള നയങ്ങൾ ഈ സർക്കാർ മാറ്റിക്കൊണ്ടിരിക്കുന്നു. ഇവിടെ 29 ബാറുകൾ ഉണ്ടായിരുന്ന സ്ഥലത്ത് ഇന്ന് എത്ര ബാറുകളുണ്ട്? 1000-ലധികം സംവിധാനങ്ങൾ തുറന്നു കൊടുത്തിട്ടുള്ള ഒരു സർക്കാർ. ഇവരുടെ നിലപാടിൽ നിന്ന് പുറകോട്ട് പോകുന്നു എന്നുള്ളതാണ് ഭാരതീയ ജനതാ പാർട്ടി ഇതിൽ പറയുന്നത്. മറ്റൊരു കാര്യം, പാലക്കാട്ടേക്ക് ഈ കമ്പനി കൊണ്ടുവരുമ്പോൾ നോക്കൂ, 42 ഡിഗ്രി ചൂടുള്ള ഒരു പ്രദേശം, ആ പ്രദേശത്ത് ദൗർബല്യം നിലനിൽക്കുന്ന ഒരു സാഹചര്യം, എത്രയോ കാലങ്ങളായി ജലത്തിന് വേണ്ടി അടിപിടി കൂടുന്ന അല്ലെങ്കിൽ ജലത്തിന് വേണ്ടി കേഴുന്ന ജനങ്ങളുള്ള ഒരു പ്രദേശം. ആ പ്രദേശത്ത് തന്നെ ഇത്തരത്തിൽ കോടിക്കണക്കിന് ലിറ്റർ വെള്ളം ഈ മദ്യത്തിന് വേണ്ടി മാത്രം സ്വരൂപിക്കണമെന്ന് പറയപ്പെടുമ്പോൾ ഇത് ഒരു കാരണവശാലും അംഗീകരിക്കാൻ സാധിക്കില്ല എന്നുള്ളതാണ് ഭാരതീയ ജനതാ പാർട്ടിയുടെ നയം. ഇത് കൃത്യമായിട്ട് തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. ഇനി CPM-ന്റെ നയം നോക്കൂ. ഈ കൊക്കക്കോള കമ്പനി, പ്ലാച്ചിമടയിലുണ്ടായിരുന്നുള്ള കൊക്കക്കോള കമ്പനിക്ക് അവിടെ ജലത്തിന്റെ ദൗർബല്യത, അവർ ജലം ഊറ്റിക്കൊണ്ടുപോകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അവിടുത്തെ നാട്ടുകാരോടൊപ്പം അന്ന് സമരം നടത്തിയിട്ടുള്ള ഒരു കക്ഷിയാണ് CPM. അന്നത്തെ ആ കൊക്കക്കോള കമ്പനിയെ പൂട്ടിച്ച് പറച്ചുവിട്ട് ജലദൗർബല്യതയുടെ പേരിലാണ്. എന്നിട്ട് ഇപ്പോൾ പറയുന്നു അവിടെ ആവശ്യത്തിന് ജലമുണ്ട്, ആവശ്യത്തിന് സംവിധാനങ്ങളുണ്ട് എന്ന് പറഞ്ഞാൽ ഇതെങ്ങനെയാണ് വിശ്വസിക്കുക എന്നുള്ളതാണ് ഒന്നാമത്തെ ചോദ്യം. 1999 EK നായനാർ എടുത്തിട്ടുള്ള നയത്തോട്, ആ നയത്തിനെതിരായിട്ടുള്ള സമീപനം പിണറായി വിജയൻ എടുക്കുന്നത് എന്തുകൊണ്ട് എന്നുള്ളതാണ് ഞങ്ങളുടെ സംശയം. മദ്യനയത്തിലുള്ള ആ തീരുമാനത്തിൽ നിന്ന് പുറകോട്ട് പോകാനുണ്ടായിട്ടുള്ള സാഹചര്യം ഇന്ന് കേരളത്തിൽ ഉണ്ടായിട്ടുള്ളത് എങ്ങനെയാണ്? അന്നുണ്ടായിട്ടുള്ള കമ്മിറ്റി, ആ കമ്മിറ്റി എടുത്തിട്ടുള്ള തീരുമാനങ്ങൾ തുടർന്ന് വന്നിട്ടുള്ള എല്ലാ സർക്കാരുകളും അംഗീകരിച്ചു. VS അച്യുതാനന്ദൻ സർക്കാർ അംഗീകരിച്ചിരുന്നു, AK ആന്റണി സർക്കാർ അംഗീകരിച്ചിരുന്നു, ഉമ്മൻചാണ്ടി സർക്കാർ അംഗീകരിച്ചിരുന്നു. പക്ഷേ അതിൽ നിന്നുള്ള നയമാറ്റം ഉണ്ടായത് പിണറായി വിജയൻ സർക്കാരിനാണ്. 2018 ഈ കമ്പനികൾ, ഇത്തരത്തിലുള്ള കമ്പനികളെ കൊണ്ടുവരാൻ നോക്കി, അത് പുറകോട്ട് പോകേണ്ടി വന്നു. 2020 കൊണ്ടുവരാൻ നോക്കി, അതിൽ നിന്ന് പുറകോട്ട് പോകേണ്ടി വന്നു. പക്ഷേ ഗൂഢമായിട്ടുള്ള ശ്രമത്തിന്റെ ഭാഗമായിക്കൊണ്ട് ആരോടും പറയാതെ, ഒരു പൊതു പരസ്യം പോലും നൽകാതെ ഇപ്പോൾ ഓയാസിസ് എന്ന് പറയുന്ന കമ്പനിയെ ഈ പിണറായി വിജയൻ ഗവൺമെന്റ് കൂട്ടിക്കൊണ്ടുവന്നിരിക്കുന്നു. സർക്കാരിന്റെ അധീനതയിൽ പ്രവർത്തിക്കുന്ന, അല്ലെങ്കിൽ അങ്ങനെ ഒരു സർക്കാർ മുന്നോട്ട് വെക്കുന്ന പദ്ധതി അല്ല. അവിടെ ഒരു മത്സരാധിഷ്ഠിതമായ സാഹചര്യമില്ല എന്ന് ഇന്ന് മുഖ്യമന്ത്രി നിയമസഭയിൽ പറയുന്നുണ്ടായിരുന്നില്ലേ? ഇത് സർക്കാർ പ്രൊമോട്ട് ചെയ്യുന്നതോ അല്ലെങ്കിൽ സർക്കാരിന്റെ എന്തെങ്കിലും സഹായം സ്വീകരിച്ച് ചെയ്യുന്നതോ ആയ ഒരു മത്സരാധിഷ്ഠിത വ്യവസ്ഥ നിലനിൽക്കുന്ന ഒന്നല്ല. ഒരു കമ്പനി, ഞങ്ങൾക്കിവിടെ ഒരു മദ്യ ഫാക്ടറി തുടങ്ങാനുള്ള ഒരു പ്ലാൻ ഉണ്ട്, ഒരു പദ്ധതി ഉണ്ട് എന്നൊരു പ്രപ്പോസൽ മുന്നോട്ട് വെക്കുകയാണ്. അത് നിലവിലെ മദ്യനയത്തിനും മാനദണ്ഡങ്ങൾക്കും അനുകൂലമായ അവസ്ഥയിൽ അനുമതി കൊടുക്കുന്നു എന്നുള്ള രീതിക്കാണ് സർക്കാർ അതിനെ വിശദീകരിക്കുകയും ചെയ്യുന്നത്. പിന്നെ ഇപ്പോൾ 77 മുതൽ ഇങ്ങോട്ട്, ക്ഷമിക്കണം, 99 മുതൽ ഇങ്ങോട്ട് മാറിയിട്ടില്ല എന്ന് പറയുമ്പോൾ 2022-23 മാറിയിട്ടുണ്ട് മദ്യനയം. അതിലെ ആമുഖമടക്കം വായിച്ചുകൊണ്ടാണ് ഇത് പറയുന്നത്. പിന്നെ ഈ ഡിസ്റ്റിലറികളുടെയും ബ്രൂവറികളുടെയും ഒക്കെ കണക്കെന്ന് മുഖ്യമന്ത്രി പറയുന്നുണ്ടായിരുന്നു. 10-7 കോൺഗ്രസിന്റെ കാലത്താണ്, 2 ബ്രൂവറികളും UDF-ന്റെ കാലത്താണ്. അന്നൊന്നും ഇല്ലാത്ത ധാർമ്മിക പ്രശ്നം എങ്ങനെ ഇപ്പോഴുണ്ടായി എന്ന് അടക്കം ചോദിക്കുന്നുമുണ്ട്. ശ്രീ ജ്യോതികുമാർ ചമക്കാല കേട്ടിട്ടുണ്ടാകുമല്ലോ. അത് കൃത്യമായ മറുപടി പറയാം. താങ്കൾ ചോദിച്ചത് നന്നായി. അദ്ദേഹം പറഞ്ഞ മറ്റു ചില കാര്യങ്ങൾ കൂടി ഞാൻ കൃത്യമായ മറുപടി പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു 99 സർക്കാരിൻ്റെ എക്സിക്യൂട്ടീവ് ഓർഡർ ഇറങ്ങിയതിന് ശേഷം കൊടുത്തിട്ടുള്ള 3 വ്യവസായ സ്ഥാപനങ്ങളുടെ കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞു. ഒന്ന്, 2000 2 ബ്ലെൻഡിംഗ് ആൻഡ് ബോട്ടിലിംഗ് പ്ലാന്റ് കൊടുത്തു എന്ന് അദ്ദേഹം പറഞ്ഞു. തെറ്റിദ്ധരിപ്പിക്കുകയാണ്. അത് 98 കൊടുത്തിട്ടുള്ള ആ പ്ലാന്റിൻ്റെ ഫൈനൽ ഉത്തരവിറങ്ങി അതിന് സാങ്ഷൻ കൊടുത്ത് അതിന് ലൈസൻസ് നൽകിയത് 2000 അത് പൂർത്തീകരിച്ച് വന്ന വർഷമാണ്. അദ്ദേഹം തെറ്റിദ്ധരിപ്പിക്കുകയാണ്. പിന്നെ അദ്ദേഹം പറഞ്ഞത് 2003 മലബാർ ബ്രൂവറിക്ക് ബിയർ നിർമ്മാണത്തിലുള്ള അനുമതി നൽകി, 2022 മലബാർ ഡിസ്റ്റിലറിക്ക് ബ്ലെൻഡിംഗ് യൂണിറ്റ് നിർമ്മിക്കാൻ അനുമതി നൽകി. വീണ്ടും തെറ്റിദ്ധരിപ്പിക്കുകയാണ്.
കാരണം ഇത് രണ്ട് പൊതുമേഖലാ സ്ഥാപനങ്ങളാണ്. മലബാർ ബ്രൂവറിയും മലബാർ ഡിസ്റ്റിലറിയും ഒക്കെ സർക്കാരിൻ്റെ അധീനതയിലുള്ള സ്ഥാപനങ്ങളാണ്. ഇവിടെ സ്വകാര്യ മേഖലയിൽ വരുന്ന വിഷയത്തെ സംബന്ധിച്ചാണ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതൊന്നും അറിയാഞ്ഞിട്ടല്ല, ആരൊക്കെയോ എഴുതി കൊടുക്കുന്ന എന്തൊക്കെയോ വായിച്ചു പോകുന്നു എന്നതിനപ്പുറത്തേക്ക് കാര്യമില്ലെന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ. ഈ സ്വകാര്യ മേഖലയിൽ വരുന്ന വ്യവസായ സ്ഥാപനങ്ങൾക്ക് ടെൻഡർ വിളിക്കണമെന്ന് പറയുന്നത് ഞാൻ അതിലേക്ക് വരുന്നത് ഇപ്പോൾ താങ്കൾ പറഞ്ഞൊരു വാചകത്തിലേക്ക് നമുക്ക് അതിലൂടെ വരാം. എന്താ പറഞ്ഞത്? മത്സരാധിഷ്ഠിത വ്യവസായമല്ല ഇത് എന്നാണ് താങ്കൾ ഇപ്പോൾ പറഞ്ഞത്. മുഖ്യമന്ത്രിയെ കോട്ട് ചെയ്തുകൊണ്ടാണ് താങ്കൾ പറഞ്ഞത് അല്ലേ? എന്തായിരുന്നു 1999 ഇത്തരത്തിൽ ഇനി ബ്രൂവറിയോ ഡിസ്റ്റിലറിയോ സംസ്ഥാനത്ത് തുടങ്ങേണ്ടതില്ല എന്നൊരു തീരുമാനമെടുക്കാൻ കാരണം? അവിടെ 1998 ഇവിടെ ഇത്തരത്തിൽ അപേക്ഷകൾ വന്നപ്പോൾ 5 പേർക്ക് കൊടുക്കാൻ തീരുമാനിച്ചു. ഈ 5 പേർക്ക് ലഭിക്കുകയും ബാക്കിയുള്ളവർക്ക് ലഭിക്കാതെ വന്നപ്പോൾ അവർ നിരവധി ആളുകൾ ഹൈക്കോടതിയെ സമീപിച്ചു. ഹൈക്കോടതി സർക്കാരിൻ്റെ നിലപാട് തേടി അല്ലെങ്കിൽ കൊടുക്കാൻ വിധിച്ചപ്പോൾ സർക്കാർ വിനോദ് റായിയെ, നമുക്കറിയാമല്ലോ, അദ്ദേഹത്തെ സംബന്ധിച്ച് നന്നായിട്ടറിയാം, അന്നത്തെ ടാക്സ് സെക്രട്ടറിയാണ്. വിനോദ് റായിയെ സംബന്ധിച്ച് ഇതിനെക്കുറിച്ച് പഠിക്കാൻ ചുമതലപ്പെടുത്തി. വിനോദ് റായി അത് പഠിച്ചതിന് ശേഷം ഇനി സംസ്ഥാനത്ത് ഇത് കൊടുക്കേണ്ടതില്ല എന്ന് തീരുമാനിച്ചിട്ടാണ് എക്സിക്യൂട്ടീവ് ഓർഡർ ഇറങ്ങിയത്. അപ്പോൾ അവിടെ ആയിക്കൊണ്ടാണല്ലോ. കേട്ടോളൂ, 2018 ഒരാൾക്കാണോ കൊടുത്തത്? ബ്രൂവറി ഡിസ്റ്റിലറി വിവാദം വന്നപ്പോൾ താങ്കളും ചർച്ചയ്ക്ക് ഇരുന്നിട്ടുണ്ടല്ലോ. 5 സ്ഥാപനങ്ങൾക്കല്ലേ കൊടുക്കാൻ തീരുമാനിച്ചില്ലേ? അപ്പോൾ മത്സരാധിഷ്ഠിതമല്ലേ? ഇനി ആ 5 സ്ഥാപനങ്ങളിൽ ഒരാൾ പോലും ഇപ്പോൾ ഇതിന് താല്പര്യം ഇല്ലാഞ്ഞിട്ടാണോ? അവരാരും അറിഞ്ഞിട്ടില്ലെന്നേ. നിങ്ങളൊരു നോട്ടീസ് അല്ലെങ്കിൽ ഞങ്ങൾ ഇങ്ങനെ കൊടുക്കാൻ തീരുമാനിച്ച ഒരു നോട്ടിഫിക്കേഷൻ ഇറക്കിയിട്ടുണ്ടോ? അല്ല, ഇത് പറയുന്നത് 2018 2018 ശേഷം 4 വർഷത്തിന് ശേഷം സർക്കാരിന്റെ മദ്യനയം മാറി എന്ന് ജനങ്ങൾ എങ്ങനെ അറിയില്ലേ? വ്യവസായികൾ എങ്ങനെ അറിയും? ആർക്കും അറിയില്ലേ? മദ്യനയം വരുമ്പോൾ അവരത് പഠിക്കില്ലേ? മദ്യനയം വരുന്നതിന്റെ പിറ്റേന്ന് രാവിലെ ബാഗ് എടുത്ത് കഷ്ടം 2022 ഞാൻ പറഞ്ഞത് മനസ്സിലാക്കൂ താങ്കൾ. അതിനെ സംബന്ധിച്ച് ഇത്തരത്തിൽ മത്സരാധിഷ്ഠിത വ്യവസായമാണ് എന്ന കാര്യത്തിൽ താങ്കൾക്ക് തർക്കമില്ലാന്ന് ഞാൻ 2 കാരണങ്ങളിലൂടെ തെളിയിച്ചു. അതങ്ങ് തെറ്റിദ്ധരിപ്പിക്കുകയാണ്. അതായത് മത്സരാധിഷ്ഠിത വ്യവസായമല്ല എന്നല്ല ഞാൻ പറഞ്ഞത്. സർക്കാർ പശ്ചാത്തലം ഒരുക്കുമ്പോഴാണ് ഒരു ഫെയർ പ്ലേക്കുള്ള ഗ്രൗണ്ട് സർക്കാർ ഉണ്ടാക്കേണ്ടത്. ഇതൊരു കമ്പനി വെച്ച പ്രപ്പോസൽ അല്ലേ? താങ്കൾ പറഞ്ഞ വാചകമാണ് ഞാൻ റിപ്പീറ്റ് ചെയ്തത്. ഇതൊരു മത്സരാധിഷ്ഠിത സാഹചര്യം ഇല്ല എന്ന് മുഖ്യമന്ത്രി പറഞ്ഞ കാര്യമാണ് ഞാൻ പറഞ്ഞത്. വ്യവസായമല്ലെന്നൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. ഞാൻ അതിലേക്കാണ് വന്നത്. അപ്പോൾ 99 എക്സിക്യൂട്ടീവ് ഓർഡർ ഇറങ്ങാനിടയായ സാഹചര്യം 100 കണക്കിന് ആപ്ലിക്കേഷൻസ് വന്നതുകൊണ്ടാണ്. 2018 ആരോടും ആലോചിക്കാതെ ഒരു അപേക്ഷയുമില്ല 5 പേർക്ക് ഒന്നിച്ച് കൊടുത്തത് കൊണ്ടാണ്. അപ്പോഴും വേറെ ആവശ്യക്കാരുണ്ടായിരുന്നു. മനസ്സിലായില്ലേ? ഇപ്പോഴും ഒരാൾക്ക് മാത്രം കൊടുക്കുന്നു. അത് എപ്പോഴാണ് അപേക്ഷിച്ചതെന്നോ എങ്ങനെയാണ് അപേക്ഷിച്ചതെന്നോ എപ്പോഴാണ് ഒരു അപേക്ഷ ക്ഷണിച്ചാൽ എന്താ പ്രശ്നം? ഞങ്ങൾ ഡിസ്റ്റിലറി കൊടുക്കാൻ തയ്യാറായിട്ടുണ്ട്, സർക്കാർ തയ്യാറാണ്. എന്താണ് തെറ്റ്? ഒരിടവേളയുണ്ട്, അതിനുശേഷം ശ്രീ പി എം ആർഷോയിലേക്ക്. ശ്രീ പി എം ആർഷോ, അങ്ങനെ നാട്ടുകാരും അറിയാതെ ഒരു കമ്പനിയെ കൊണ്ടുവന്ന് രഹസ്യമായി ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ട ഇത്തരം ഒരു സാഹചര്യം, മദ്യനയം മാറിയത് പോലും ആയി ബന്ധപ്പെട്ട വിവരങ്ങൾ ആ കമ്പനിക്ക് മാത്രം അറിയുന്ന തരത്തിൽ സർക്കാർ ഇതൊരു സ്വേച്ഛയാ ചെയ്ത കാര്യം, അതിലൊരു സ്വജനപക്ഷപാതത്തിന്റെ പങ്ക്, ഇതൊക്കെയാണ് ആരോപിക്കപ്പെടുന്നത്. എന്താണ് അതിന് മറുപടി? അല്ല, അത് മദ്യനയം ഉൾപ്പെടെ സർക്കാരിൻ്റെ നയങ്ങളെല്ലാം തന്നെ പബ്ലിക് ഡൊമൈനിലുള്ളതാണ്. അത് പൊതുസമൂഹത്തിൻ്റെ മുൻപിലുള്ള കാര്യമാണ്. അതിനകത്ത് വരുന്ന മാറ്റങ്ങളെ സംബന്ധിച്ചും ഈ നാടിനെ അറിയാവുന്നതാണ്. ഈ നാടിനെ അറിയുന്നതിന് വേണ്ടി അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകൾക്ക് അറിയുന്നതിന് വേണ്ടി പ്രയാസമുള്ള കാര്യമല്ല. ഇപ്പോൾ വന്ന് ഞാൻ തുടക്കത്തിൽ പറഞ്ഞല്ലോ, ഇവർ തുടക്കത്തിൽ ഉണ്ടായിരുന്നിടത്ത് നിന്ന് പുറകോട്ട് വന്ന് ഇപ്പോൾ എവിടെ എത്തി നിൽക്കുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ കോൺഗ്രസ് പ്രതിനിധിയുടെ പ്രശ്നം എന്തേ നിങ്ങൾ നാട്ടുകാരെ മുഴുവൻ അറിയിച്ചൊരു അപേക്ഷ ക്ഷണിച്ചില്ല എന്നുള്ളിടത്ത് എത്തി നിൽക്കുക. എവിടെ വലിയ കേരളം കണ്ടിട്ടുള്ളതിലേക്കും വെച്ച് ഏറ്റവും വലിയ അഴിമതിയിൽ തുടങ്ങി ഇപ്പോൾ നിങ്ങൾ എന്തുകൊണ്ട് കത്ത് കൊടുത്തില്ല അല്ലെങ്കിൽ നിങ്ങൾ എന്തുകൊണ്ട് നോട്ടീസ് കൊടുത്തില്ല എന്നുള്ള നിലയിലേക്ക് എത്തി നിൽക്കുന്നു. അപ്പോൾ ഇത് ഓരോ ദിവസം ചെല്ലും തോറും ഇവരിതിൽ നിന്ന് പുറകോട്ട് പോകേണ്ടി വരും എന്നുള്ളതിനകത്ത് തർക്കമില്ല. ഇപ്പോൾ ഞങ്ങളെ സംബന്ധിച്ച് വളരെ വ്യക്തമായി പറഞ്ഞു, ഇതിനകത്ത് ഞങ്ങൾ കുളിച്ചു വെക്കേണ്ടുന്ന ഒരു കാര്യമില്ല. ഇതിനകത്ത് അവരെ സംബന്ധിച്ച് അവർക്ക് സാധ്യമാകുന്ന നിലയിലുള്ള എല്ലാ കോലാഹലങ്ങളും ഒപ്പിച്ചുകൊള്ളുക, കോലാഹലങ്ങൾ ഇങ്ങനെ നടത്തിക്കൊണ്ടേയിരിക്കുക. ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾക്കിത് ജനങ്ങളെ ബോധ്യപ്പെടുത്തേണ്ടതായിട്ടുണ്ട്. അത് ജനങ്ങളെ ബോധ്യപ്പെടുത്തും. കാരണം ഇവർ സൃഷ്ടിക്കുന്ന പുകമറയുണ്ടല്ലോ, ആ പുകമറയ്ക്കകത്ത് തെറ്റിദ്ധരിക്കപ്പെട്ടു പോയിട്ടുള്ള മനുഷ്യരുണ്ടെങ്കിൽ അവരെ വിശ്വാസത്തിൽ എടുക്കേണ്ടതായിട്ടുണ്ട്, അവരുടെ വിശ്വാസം ആർജിക്കേണ്ടതായിട്ടുണ്ട്.
അതിനാവശ്യമായിട്ടുള്ള പ്രവർത്തനങ്ങളുമായി ഞങ്ങൾ മുന്നോട്ട് പോകും. ശരി, പക്ഷേ വരുന്നതിന് മുമ്പ് ഉന്നയിച്ച ഒരു ആരോപണം എന്ന് പറയുന്നത്, മുഖ്യമന്ത്രി ആവർത്തിച്ച് പറയുന്നത് ഈസ് ഓഫ് ഡൂയിങ് ബിസിനസിനെ പറ്റിയാണ്. ഇത് മദ്യനയത്തിനു കീഴിൽ വരുന്ന ഒന്നാണ്, മദ്യനയത്തിന് കീഴിൽ വരുന്ന ഒന്നാണ്. അവിടെ വ്യവസായ വകുപ്പിന് കീഴിലുള്ള കാര്യങ്ങൾ ബാധകമാകില്ല. എന്തുകൊണ്ട് അത് മാറ്റി നിർത്തുന്നു എന്നടക്കമുള്ള കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട്. അല്ല, ഏതെങ്കിലും നിലയ്ക്ക് നിയമവിരുദ്ധമായൊരു ഇടപെടൽ സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തുണ്ടായിട്ടുണ്ടെങ്കിൽ കൃത്യമായി ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾ നിയമവിരുദ്ധമായിട്ടുള്ള ഒരു ഇടപെടലും ഇതുമായി ബന്ധപ്പെട്ട് നടത്തിയിട്ടില്ല എന്നുള്ളതാണ് ഞങ്ങൾ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നിയമവിരുദ്ധമായ ഇടപെടലുണ്ട് എങ്കിൽ ഇവർക്ക് ബഹുമാനപ്പെട്ട ജുഡീഷ്യറിയെ സമീപിക്കാമല്ലോ. ഇതിനു മുൻപ് പലയാവർത്തി ഇവർ ബഹുമാനപ്പെട്ട കോടതിയെ സമീപിച്ചിട്ടുള്ളതാണല്ലോ പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട്. പല ഘട്ടത്തിലും ഇവിടെ പ്രതിപക്ഷ നേതാവിനുൾപ്പെടെ എന്താ പറയുക, പബ്ലിക് ഇൻട്രസ്റ്റ് അല്ല പബ്ലിസിറ്റി ഇൻട്രസ്റ്റ് ആണെന്ന് ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഉൾപ്പെടെ പറഞ്ഞതിൻ്റെ അനുഭവങ്ങളുണ്ടല്ലോ. ഇപ്പോൾ നിയമവിരുദ്ധമായി എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ സ്വാഭാവികമായും നിയമപരമായി ഇതിനെ നേരിടുന്നേ. നിങ്ങൾ ബഹുമാനപ്പെട്ട കോടതിയെ സമീപിക്കുന്നതേ. ഇവിടെ നിയമസഭയിലൊരു അടിയന്തര പ്രമേയം കൊണ്ടുവരുന്നതിന് പോലും ആർജവമില്ലാത്ത ധൈര്യമില്ലാത്ത പ്രതിപക്ഷമാണ്. അവർ കോടതിയെ സമീപിക്കും എന്നുള്ളത് നമുക്ക് കാണാമല്ലോ. അങ്ങനെ നിയമവിരുദ്ധമായി എന്തെങ്കിലും ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾക്ക് ഇതിനകത്ത് നിയമപരമായ ഒരു ശരികേടും ഉണ്ടായിട്ടില്ല എന്നുള്ള നല്ല ബോധ്യമുണ്ട്. ആ ബോധ്യത്തിനകത്ത് നിന്നുകൊണ്ട് തന്നെയാണ് ഈ പ്രവർത്തനവുമായി മുന്നോട്ട് പോകും. സമാനമായ നിലയിൽ ഒറ്റ കാര്യം കൂടി ശ്രീ പി എം ഹർഷ, അതായത് എന്തുകൊണ്ട് 99 മുതൽ ഇങ്ങോട്ട് എല്ലാ സർക്കാരുകളും ഇപ്പൊ മാറി മാറി ആയിരുന്നല്ലോ ഭരിച്ചുകൊണ്ടിരുന്നത്, എല്ലാ സർക്കാരുകളും അനുവർത്തിച്ചു പോകുന്ന മദ്യനയത്തിൽ 2022-23 സാമ്പത്തിക വർഷത്തിൽ മാറ്റമുണ്ടാകുന്നു, നയത്തിൽ മാറ്റമുണ്ടാകുന്നു. അങ്ങനെ ആ നയത്തിൽ മാറ്റമുണ്ടാകുന്നു. ആ സമയത്തു തന്നെയാണ് ഒരു കോളേജിനുള്ള ഭൂമി ഏറ്റെടുക്കുക എന്ന പ്രദേശവാസികളെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് ഈ പറയുന്ന ഒയാസിസ് കമ്പനി അവിടെ ഭൂമി വാങ്ങിക്കൂട്ടുന്നത്. അപ്പോൾ അതിൽ ഈ പറയുന്ന കാലം ഒന്ന് തന്നെയാണ് എന്നുള്ളത് കൊണ്ട് ഇത് നേരത്തെ കൂട്ടിയുള്ള ഒരു ഗൂഢാലോചന, ഈ പറയുന്ന മദ്യനയത്തിലെ മാറ്റമടക്കമുള്ള കാര്യങ്ങൾ ഉണ്ടാകുന്നത് ഇന്നിപ്പോ മുൻ പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് അരിയാഹാരം കഴിക്കുന്നവർക്ക് മനസ്സിലാകും എന്നാണ്. എന്നിട്ട് എന്ത് പ്രതിപക്ഷ നേതാവിന് ഇതിൻ്റെ വസ്തുത മുൻ പ്രതിപക്ഷ നേതാവിന് വസ്തുത മനസ്സിലാവാത്തത് അദ്ദേഹം അരിയാഹാരം കഴിക്കുന്നില്ലേ എന്നുള്ളതാണ് എനിക്ക് ചോദിക്കാനുള്ളത്. ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ നിങ്ങൾ സൂചിപ്പിച്ചതുപോലെ ഇപ്പോൾ നേരത്തെ ഇവരുടെ തന്നെ ആരോപണം ഉണ്ടായിരുന്നല്ലോ. ഇപ്പോൾ ഈ പറഞ്ഞ പ്രയാഗ കോളേജാണെന്നാണ് എൻ്റെ ഓർമ്മ. പ്രയാഗ കോളേജിൻ്റെ വളപ്പിലാണ് ഈ സംരംഭം ആരംഭിക്കാൻ വേണ്ടി പോകുന്നത് അടക്കമുള്ള പല പുകമറകളും ഇതുമായി ബന്ധപ്പെട്ട് സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട്. ഇപ്പോൾ 99 കാര്യം സൂചിപ്പിച്ചു മാധു. 99 അന്ന് ഉയർന്നു വന്ന അപേക്ഷകളുടെ ഉയർന്നു വന്ന പരാതികളെ പരിശോധിച്ച് അതിൻ്റെ അടിസ്ഥാനത്തിൽ രൂപീകരിക്കപ്പെട്ടിട്ടുള്ള ഒരു നിലപാടാണ്. ഇനി ഈ നാടിനകത്ത് പല വിഷയങ്ങളുമായി ബന്ധപ്പെട്ടും പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ടും നയങ്ങൾ, നിലപാടുകൾ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളൊക്കെ അതൊക്കെ സ്വാഭാവികമായും കാലോചിതമായ മാറ്റം ഉണ്ടാവുമല്ലോ. ഇപ്പം നമ്മുടെ മുൻപിൽ 2024 മാത്രം എത്തനോളുമായി ബന്ധപ്പെട്ട് ENA ബന്ധപ്പെട്ട് 3000 കോടിയോളം രൂപയുടെ എത്തനോളും ENA കേരളത്തിലേക്ക് മഹാരാഷ്ട്ര ഉൾപ്പെടെ കർണാടക ഉൾപ്പെടെ സംസ്ഥാനങ്ങളിൽ നിന്നും എത്തിയിട്ടുണ്ടെന്നേ. അതിൻ്റെ ട്രാൻസ്പോർട്ടേഷൻ ചാർജ് മാത്രം ഇന്നിപ്പോൾ ബഹുമാനോട് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പറഞ്ഞിരുന്നല്ലോ സഭയിൽ 400 കോടിയോളം രൂപ അതിൻ്റെ ട്രാൻസ്പോർട്ടേഷന് മാത്രമായിട്ട് ചെലവ് വരുന്ന കാര്യം ഉണ്ടായിട്ടുണ്ട്. ഇത് കേരളത്തിൽ തന്നെ നിർമ്മിക്കാൻ കഴിയുന്ന സാഹചര്യം ഒരുക്കുക എന്നുള്ളത് സ്വാഭാവികമായും നമ്മുടെ നാടിൻ്റെ സമ്പദ് വ്യവസ്ഥയ്ക്ക് തന്നെ ഗുണകരാവുന്ന ഒന്നല്ലേ. അവിടെയും അവസാനിക്കുന്നില്ല. ഇപ്പം ഈ ഒരൊറ്റ സംരംഭവുമായി ബന്ധപ്പെട്ട് മാത്രം 650ഓളം തൊഴിലവസരങ്ങൾ നേരിട്ട് ലഭ്യമാണ്. അതിൽ കൂടുതൽ തൊഴിലവസരങ്ങൾ ഇതിൻ്റെ പരിസര പ്രദേശങ്ങളിൽ പുതുതായി സൃഷ്ടിക്കപ്പെടുകയാണ്. സ്വാഭാവികമായും നമ്മുടെ നാടിൻ്റെ സാമ്പത്തിക ഭദ്രത ഉറപ്പുവരുത്തുന്നതിന് വേണ്ടി അല്ലെങ്കിൽ ഇവിടെ പുതിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കപ്പെടുന്ന നിലയിലേക്ക് പുതിയ സംരംഭങ്ങൾ, പുതിയ വ്യവസായങ്ങൾ ഈ നാടിനകത്തേക്ക് വരിക എന്നുള്ളത് നാടിൻ്റെ പൊതുവായ ആവശ്യമാണ്. നാടിൻ്റെ പൊതുവായ ഒരാവശ്യങ്ങളോടും കഴിഞ്ഞ കുറച്ചധികം കാലങ്ങളായി കേരളത്തിലെ കോൺഗ്രസും പ്രതിപക്ഷവും അനുകൂലമായ സമീപനമല്ല സ്വീകരിച്ചിട്ടുള്ളത് എന്നതിന്റെ വിവിധങ്ങളായ അനുഭവങ്ങൾ നമ്മുടെ മുന്നിലുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ മലമ്പുഴ ഡാമിലെ കുടിവെള്ളം അത് ദുരുപയോഗം ചെയ്യുകയും മദ്യക്കമ്പനിക്ക് കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട പ്രക്ഷോഭങ്ങളിലേക്ക് BJP പോയി. മന്ത്രി MP രാജേഷിന്റെ വീട്ടിലേക്ക് പ്രതിഷേധം നടത്തി, അവിടെ ഈ പറയുന്ന ഓഫീസിലേക്ക് പ്രതിഷേധം നടത്തി. ഇങ്ങനെ പലതരത്തിലുള്ള പ്രതിഷേധങ്ങളുമായി മുന്നോട്ട് പോയി. സർക്കാർ എന്ന് പറയുന്ന അവിടെയുള്ള ആളുകളെ വിശ്വാസത്തിലെടുത്ത് അവരുടെ പ്രശ്നങ്ങൾ പരിഹരിച്ചതുമായി മുന്നോട്ട് പോകും എന്നുള്ളതാണ്. നിയമസഭയിലെ പ്രതിഷേധം പോലും ഇപ്പോൾ നിയമസഭയിൽ കോൺഗ്രസ് ഉയർത്തിയ വാദങ്ങൾ അങ്ങനെ തന്നെ നിൽക്കുമ്പോഴും അതിനപ്പുറത്തേക്ക് എന്തു തന്നെ സംഭവിച്ചാലും പിന്നോട്ടില്ല എന്ന് സർക്കാർ വ്യക്തമാക്കുന്ന സാഹചര്യത്തിൽ ഈ പറയുന്ന പ്രതിഷേധങ്ങൾ നിങ്ങൾ ഇനി മുന്നോട്ട് കൊണ്ടുപോയിട്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്?
മാധു, ഈ കഴിഞ്ഞ ആഴ്ചയിൽ ഒരു പുറകോട്ട് പോക്കുണ്ടായിട്ടുണ്ട്. പിണറായി വിജയൻ സർക്കാരിന് ഒരു പുറകോട്ട് പോക്കുണ്ടായിട്ടുണ്ട്. കേരളത്തിലെ 2024 വന നിയമം ഇവര് പുറകോട്ട് പോയത് ഈ കഴിഞ്ഞ ആഴ്ചയല്ലേ? ഇവരാരെയാണ് തെറ്റിദ്ധരിപ്പിക്കുന്നത്? ജനരോഷം ഉണ്ടായാൽ പുറകോട്ട് പോകും പിണറായി സർക്കാർ എന്നുള്ളതിന് ഏറ്റവും വലിയ തെളിവല്ലേ അത്? അവരെന്തൊക്കെയായിരുന്നു അതിന് വേണ്ടി വാദിച്ചിരുന്നത്? കഴിഞ്ഞ ആഴ്ച വരെ വാദിച്ചിരുന്നത് എന്തായിരുന്നു CPM-ന്റെ നേതാക്കള്? അപ്പോൾ പുറകോട്ട് പോക്ക് കഴിഞ്ഞ ആഴ്ച വരെ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് അതിനെക്കുറിച്ചൊന്നും കൂടുതൽ വാദിക്കേണ്ട എന്നുള്ളതാണ് സൂചിപ്പിക്കാനുള്ളത്. പിന്നെ ഇവിടെ പറഞ്ഞു നോക്കൂ, പിന്നെ 1999 ആ നിയമത്തിലുണ്ടായിട്ടുള്ള വ്യതിയാനങ്ങൾ 2023 വ്യതിയാനങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്ന് പിണറായി വിജയൻ വളരെ രഹസ്യമായിട്ട് പറഞ്ഞു എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. കേരളത്തിൽ അങ്ങനെ ഒരു നയത്തിൽ മാറ്റം ഉണ്ടായിട്ടുണ്ടെന്നുള്ളത് നമുക്കാർക്കും മനസ്സിലായിട്ടില്ല. സംസ്ഥാന സർക്കാർ മദ്യനയം രൂപീകരിക്കുമ്പോഴും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പരിഷ്കരിക്കുമ്പോഴും അത് ഒളിച്ചു വെച്ചൊന്നും നടത്തുന്ന കാര്യമല്ല. അത് നമുക്കാർക്കും അറിയില്ല എന്ന് പറയണ്ടേ? ഇപ്പോ BJP-യോ BJP-യുടെ നേതാക്കളും അതുമായി ബന്ധപ്പെട്ട വിവരശേഖരണം നടത്തിയിട്ടില്ലെങ്കിൽ അങ്ങനെ പറഞ്ഞു പോവുക എന്ന് ചെയ്യാൻ കഴിയുകയുള്ളൂ. മദ്യനയം സർക്കാർ ഒളിച്ചു വെക്കുന്ന ഒന്നാണോ? ഞാനത് പറഞ്ഞു പൂർത്തിയാക്കട്ടെ. നേരത്തെയും ഞാനത് പറയാൻ നോക്കുമ്പോൾ നിങ്ങൾ ഇടപെടുകയാണ്, ഇപ്പോഴും ഞാനത് പറയാൻ നോക്കുമ്പോൾ ഇടപെടുകയാണ്. 1999 കേരളം ഭരിക്കുന്നത് EK നായനാർ ആയിരുന്നില്ലേ? EK നായനാർ എന്തിനായിരുന്നു ഒരു 4 അംഗ സമിതിയെ നിശ്ചയിച്ചത്? അതായത് പിന്നെ നമ്മളെ അന്നത്തെ പ്രിൻസിപ്പൽ സെക്രട്ടറി വിനോദ് റായ്, ജോൺ മത്തായി, അമിതാഭ് കാന്ത്, യോഗേഷ് ഗുപ്ത എന്ന് പറഞ്ഞിട്ടുള്ള ആളുകളെ, പ്രമുഖരായിട്ടുള്ള ആളുകളെ അന്നത്തെ സമിതിയിൽ നിശ്ചയിച്ചത് എന്തിനായിരുന്നു? ആ സമിതി കണ്ടെത്തിയത് എന്തായിരുന്നു? കേരളത്തിൽ എവിടെയും ഇനി ബ്രൂവറികൾ, ഈ ഡിസ്റ്റിലറികൾ അനുവദിക്കണ്ട എന്ന് തീരുമാനമെടുത്തത് എന്തുകൊണ്ടായിരുന്നു? ആ നയം പിന്നീട് ഇങ്ങോട്ട് തുടർന്ന് വന്നിട്ടുള്ള സർക്കാരുകൾ നടത്തിക്കൊണ്ട് പോകുന്നത് എന്തിനായിരുന്നു? അപ്പോൾ അവിടെയല്ല പ്രശ്നം, അവിടെയല്ല. അതൊക്കെ ആയിക്കോട്ടെ, അത് മദ്യനയത്തിൽ മാറ്റങ്ങൾ വരുത്തിക്കോട്ടെ, അത് അവിടെയൊന്നും പ്രശ്നമില്ല. പക്ഷേ 2018 പവർ ഇൻഫ്രാടെക് എന്ന് പറയുന്ന പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി ഈ ബ്രൂവറിക്ക് വേണ്ടി അപേക്ഷിച്ചിട്ടുണ്ടായിരുന്നു. അവർക്ക് വേണ്ടിയിട്ട് അനധികൃതമായിട്ട് ഈ സംവിധാനം അട്ടിമറിക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. ശ്രീധർ ബ്രൂവറി എന്ന് പറയുന്ന കണ്ണൂരുള്ള കമ്പനിക്ക് വേണ്ടി അട്ടിമറിക്കാൻ വേണ്ടി 2018 ജൂൺ മാസം 12 ഈ സർക്കാർ, പിണറായി വിജയൻ സർക്കാർ അട്ടിമറിക്കാൻ വേണ്ടി നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോളോ എന്ന് പറയുന്ന ബ്രൂവറി ആൻഡ് ഡിസ്റ്റിലറി കമ്പനിക്ക് വേണ്ടി ഇതേ കാലയളവിൽ, അത് തന്നെയാണ് 2020 അവർക്ക് അന്ന് പുറകോട്ട് പോകേണ്ടി വന്നിരുന്നു. 2020 ഡിസംബർ മാസം 10 ഇതേ കമ്പനികൾ നോക്കൂ, ഈ കമ്പനികളൊന്നും 2025 എന്തുകൊണ്ടാണ് പുറത്തു വരാത്തത് എന്നുള്ളതാണ് ജനങ്ങളുടെ സംശയം. നിങ്ങൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അവിടെ കോളേജിന് എന്ന തരത്തിൽ ഭൂമി ഏറ്റെടുക്കുന്നു, അതിനുശേഷം അത് ഇത്തരത്തിലുള്ള സംവിധാനത്തിലേക്ക് മാറ്റുന്നു, അതീവ രഹസ്യമായിക്കൊണ്ട് എല്ലാ കാര്യങ്ങളും മുന്നോട്ട് പോകുന്നു എന്നുള്ളിടത്താണ് ഇത് അഴിമതിയാണ് എന്ന് പറയപ്പെടുന്നത്. ഇത് 1999 നിയമങ്ങൾക്ക് വിരുദ്ധമായിക്കൊണ്ട് എന്തിനാണ് മദ്യലോബികൾക്ക് വേണ്ടിയിട്ട് ഇത്തരത്തിലുള്ള നിയമങ്ങൾ മാറ്റുന്നത്? അതിനുണ്ടായിട്ടുള്ള ഭൗതിക സാഹചര്യങ്ങൾ എന്താണ് കേരളത്തിൽ ഉണ്ടായിട്ടുള്ളത്? ഒരു ആരോപണം മുന്നോട്ട് വെക്കുമ്പോൾ സ്വാഭാവികമായും സംസ്ഥാന സർക്കാരിന് എതിരെ ഒരു ആരോപണം മുന്നോട്ട് വെക്കുമ്പോൾ അതിൽ പ്രതിപക്ഷമായ കോൺഗ്രസോ സംസ്ഥാനത്തെ മറ്റേത് രാഷ്ട്രീയ പാർട്ടിയോ ഉന്നയിക്കുന്ന ആരോപണങ്ങളിൽ ഒരു കഴമ്പുണ്ടെങ്കിൽ അത് മാധ്യമങ്ങൾ എല്ലാ കാലത്തും കൃത്യമായി ഉയർത്തി കാണിച്ചിട്ടുണ്ട്. അതിന്റെ പേരിൽ പലപ്പോഴും ആരോപണങ്ങൾ പോലും കേട്ടിട്ടുമുണ്ട്. ഇതിപ്പോൾ 99 മദ്യനയം എന്ന് പറയുന്നത് അന്നിനി വേണ്ട എന്ന് തീരുമാനിക്കുന്ന സാഹചര്യം 2024 ഈ പറയുന്ന ഒരു 1/4 നൂറ്റാണ്ടിന് ശേഷം ആ തീരുമാനവുമായി മുന്നോട്ട് പോകാൻ കഴിയും. അന്നത്തെ വിപണി ആവശ്യമാണോ? അന്നത്തെ ട്രാൻസ്പോർട്ട് കോസ്റ്റ് ആണോ? ഒരു വ്യവസായ നയം എങ്ങനെയാണ്? ഒരു വ്യവസായ സ്ഥാപനവുമായി ബന്ധപ്പെട്ട ആവശ്യമോ ഡിമാൻഡോ സപ്ലൈയോ ഒക്കെ 25 വർഷക്കാലത്തിന് ശേഷം മാറ്റാൻ പാടില്ല എന്ന നില വേണമെന്ന് നമുക്ക് പറയാൻ കഴിയുമോ? വേണ്ട. 42 ഡിഗ്രി ചൂടുള്ള വേണ്ടേ? അപ്പൊ ഇത്ര നേരം പറഞ്ഞു അവിടെ ജലക്ഷാമം കൂടുതലുണ്ട് എന്ന്. അല്ല നമുക്ക് നിങ്ങൾ പറയുന്ന വാദം വേണമെങ്കിൽ അംഗീകരിക്കാം. ശരി, അത് അംഗീകരിക്കുന്നത് കൊണ്ടല്ല, നിങ്ങൾ പറഞ്ഞ വാദം വേണമെങ്കിൽ അംഗീകരിക്കാം. മറ്റൊരു വശം നിങ്ങൾ എടുക്കൂ. അവിടെ ജല ദൗർബല്യം നിലവിലുണ്ടോ? ജലലഭ്യതയുണ്ടോ? ആ കൊക്കക്കോള കമ്പനിയെ പൂട്ടി ഈ നാട്ടിൽ നിന്ന് കെട്ടിച്ചത് എന്തിനു വേണ്ടിയിട്ടാണ്? അന്നത്തെ ജലലഭ്യത ഇന്ന് അവിടെ ഉണ്ടോ? ഇതേ MP രാജേഷും ടീമും ആയിരുന്നില്ലേ അന്ന് കൊക്കക്കോള കമ്പനിക്ക് പൂട്ടിക്കെട്ടാൻ വേണ്ടി മുമ്പിലുണ്ടായിരുന്നു എന്ന് പറയപ്പെടുന്നത്? അപ്പൊ അന്നത്തെ ആ സാഹചര്യത്തിൽ നിന്ന് പുറകോട്ട് പോകാനും ഇപ്പോൾ ഉണ്ടായിട്ടുള്ള സാഹചര്യം അവിടെ ജലത്തിന്റെ ലഭ്യത കൂടിയിട്ടുണ്ടോ എന്നുള്ളത് ഇവർ വ്യക്തമാക്കിയാൽ മതി. കുടിവെള്ള പ്രശ്നവുമായി ബന്ധപ്പെട്ട കാര്യം സഭയിൽ ഉന്നയിക്കപ്പെട്ടു. ഞാനിപ്പോൾ ഈ ചർച്ചയിൽ ശ്രീ PM ചോദിച്ചു, അതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ഉണ്ടാകാൻ പാടില്ല
പാടില്ലാത്തതാണെന്നും അത് പരിഹരിക്കുമെന്ന ഉറപ്പ് സർക്കാർ മുന്നോട്ട് വെക്കുന്നുണ്ട് എന്നുമാണ് അദ്ദേഹം ഈ ചർച്ചയിൽ പറഞ്ഞത്. അപ്പോൾ നമുക്ക് ഒരു സർക്കാർ അത് പരിഹരിക്കും എന്ന് പറയുന്ന സമയത്ത് പരിഹരിക്കാൻ കഴിയില്ല എന്നുള്ളത് വേണമെങ്കിൽ മറ്റു രാഷ്ട്രീയ പാർട്ടികൾക്ക് ചൂണ്ടിക്കാണിക്കാം. സ്വാഭാവികമായും അത് ഒരു വിഷയം തന്നെയാണ് എന്നത് നമ്മളും പറയുന്നു. കാരണം എലപ്പുള്ളിയിൽ അടക്കമുള്ള പ്രദേശങ്ങളിൽ കുടിവെള്ളക്ഷാമം ഉണ്ടെന്ന് നമുക്ക് വളരെ വ്യക്തിപരമായി അറിയാവുന്ന ഒരു കാര്യമാണ് എന്നിരിക്കെ ഇനി ശ്രീ ജ്യോതികുമാർ ചമക്കല, അഴിമതി ആരോപണത്തിൽ നിന്ന് കോൺഗ്രസ് പിന്നോട്ട് പോയോ എന്നുള്ളതാണ് ഞാൻ ഈ വായിക്കുന്നത്. ഇന്നലത്തെ മാതൃഭൂമി പത്രമാണ്. സഭയിൽ നുരഞ്ഞ് ബ്രൂവറി. പാലക്കാട് കഞ്ചിക്കോട് ബ്രൂവറി അനുവദിച്ചതിൽ സർക്കാരിനെതിരെ നിയമസഭയിൽ അഴിമതി ആരോപണം ഉന്നയിച്ചത് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയാണ്. നിങ്ങളുടെ വാർത്ത തുടങ്ങുന്നത് ഇതാണ്. അപ്പോൾ ഞങ്ങൾ ഉപേക്ഷിച്ചതുകൊണ്ടാണോ അങ്ങനെ വാർത്ത വന്നിട്ടുള്ളത്? അല്ല, ഞാൻ ചോദിച്ചത് ഇല്ലാത്ത വാർത്തയാണോ മാതൃഭൂമിയിൽ വന്നിട്ടുള്ളത്? അല്ലല്ലോ. അപ്പോൾ നോക്കൂ, ഇവിടെ എന്താ പ്രശ്നം? ഇവിടെ അഴിമതിയെക്കുറിച്ച് ചോദിക്കുന്നു. ഈ ഫയൽ എത്ര കാലം MP രാജേഷിൻ്റെ എക്സൈസ് മന്ത്രിയുടെ കൈവശം വെച്ചിരുന്നു? ഈ ഫയലിൻ്റെ ഫയൽ ഫ്ലോ ഡേറ്റ്സ് ഒന്ന് ഫയൽ ഫ്ലോയുടെ ഡീറ്റെയിൽസ് ഒന്ന് പുറത്തു വിടാമോ? MP രാജേഷ് എത്ര ദിവസം വെച്ചിരുന്നു? എപ്പോഴാണ് MP രാജേഷ് ഈ ഫയൽ പരിഗണിച്ചത്? ഇവിടെ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിന് ശേഷം. വളരെ പെട്ടെന്ന് MP രാജേഷ് അത് കണ്ടു കഴിഞ്ഞ ഉടനെ മുഖ്യമന്ത്രിയും കണ്ടല്ലോ. എന്തുകൊണ്ടാണ് ധൃതി പിടിച്ച് ആ നിമിഷം ഇലക്ഷൻ പ്രഖ്യാപിച്ചതിന് ശേഷം, അതും പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിന് ശേഷം പാലക്കാട് വരുന്ന ഒരു വ്യവസായ ശൃംഖലയുമായി ബന്ധപ്പെട്ട് വളരെ പെട്ടെന്ന് ധൃതി പിടിച്ച് ഒരു നടപടി സ്വീകരിച്ചത്? മാത്രമല്ല, അവിടുത്തെ കുടിവെള്ള പ്രശ്നം നോക്കൂ. ആ പ്രദേശത്ത് CPIയെ കൂടെ നിർത്താൻ പറ്റാത്ത CPM. അദ്ദേഹം നമുക്ക് ഇതിന് മുമ്പ് ഓർമ്മയുള്ളത്, ഇപ്പോൾ സ്വാഭാവികമായിട്ടും പറയാം CPIയും ഒരു മുന്നണിയിലെ ഭാഗമാണെന്നൊക്കെ. ഇതിന് മുമ്പ് സ്പ്രിംഗ്ലറുമായി ബന്ധപ്പെട്ട വിവാദം പുറത്തു വന്നപ്പോഴാണ് അന്നത്തെ പ്രിൻസിപ്പൽ സെക്രട്ടറി, മുഖ്യമന്ത്രിയുടെ സ്പെഷ്യൽ പ്രൈവറ്റ് സെക്രട്ടറി അഥവാ സെക്രട്ടറി OSD ശിവശങ്കർ CPIയുടെ ഓഫീസിൽ പോയി കണ്ടത്. ഇപ്പോൾ 2 ദിവസം മുമ്പ് പാലക്കാട്ടേക്ക് പോകുന്നതിന് മുമ്പ് അദ്ദേഹം പോയി ബിനോയ് വിശ്വത്തെ കണ്ടിരിക്കുന്നു. അത് ശരിയാണെന്ന് അദ്ദേഹം സമ്മതിച്ചിരിക്കുന്നു. ഇതിനെ സംബന്ധിച്ച് കൺവിൻസ് ചെയ്യാനാണ് പോയത് എന്ന വാർത്ത അദ്ദേഹം നിഷേധിക്കുന്നില്ല. എന്നാൽ അതിനുശേഷവും ബിനോയ് വിശ്വം പറയുന്നത് എന്താണ്? ഞങ്ങൾ വ്യവസായത്തിനെതിരല്ല, പക്ഷേ വെള്ളം കൂടി മുട്ടിച്ചുകൊണ്ടുള്ള വ്യവസായത്തിന് ഞങ്ങൾ എതിരാണ്. അപ്പോൾ നിങ്ങൾ മുന്നണിയിൽ ചർച്ച ചെയ്തില്ല, അതൊക്കെ വരട്ടെ, തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ, നമുക്ക് ചർച്ച ചെയ്യാം എന്ന് പറഞ്ഞ് അദ്ദേഹം ഇതിന് എതിരായിട്ടുള്ള അഭിപ്രായ പ്രകടനങ്ങൾ നടത്തുന്നത് നമ്മൾ കണ്ടതല്ലേ. പിന്നെ ഈ പുറകോട്ട് പോക്കിനെ കുറിച്ചൊക്കെ പറഞ്ഞപ്പോൾ ഞങ്ങൾ പുറകോട്ട് പോകില്ല എന്ന് പറഞ്ഞു. ആർഷോ ഈ ചർച്ചയിൽ പങ്കെടുക്കാൻ വന്നത് കേരളയിലാണോ എന്ന് എനിക്ക് സംശയമുണ്ട്. കാരണം കേരളയിൽ നടക്കും കേട്ടോ എന്ന് പറഞ്ഞത് ഞങ്ങളാരുമല്ല, അല്ലേ? കേരളയിൽ വരും കേട്ടോ എന്ന് പറഞ്ഞത് ഞങ്ങളാരുമല്ല. അതിനപ്പുറത്തേക്ക് സ്പ്രിംഗ്ലർ ഇടപാടുമായി ബന്ധപ്പെട്ട് കോവിഡ് കാലത്താണല്ലോ, അതിൽ നിന്ന് പുറകോട്ട് പോയത് ആരാണെന്ന് നമുക്ക് നന്നായിട്ട് അറിയാമല്ലോ. അതുപോലെ തന്നെ 2018 ബ്രൂവറി ഞാൻ ആവർത്തിച്ചാണ്, അദ്ദേഹം വീണ്ടും ഇത് പറയുന്നുകൊണ്ടാണ്. 2018 ബ്രൂവറി ഡിസ്റ്റിലറി കൊടുക്കാൻ ശ്രമിച്ചപ്പോൾ പുറകോട്ട് പോയല്ലോ. ഈ മൊബിലിറ്റി പദ്ധതിയുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഏറ്റവും അവസാനം വനനിയമവുമായി ബന്ധപ്പെട്ട് AI ക്യാമറയുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ അദ്ദേഹം പറയുന്നത് എല്ലാം പോയിന്ന. AI ക്യാമറയുമായി ബന്ധപ്പെട്ട കേസ് ഇപ്പോഴും ഹൈക്കോടതിയുടെ പരിഗണനയിൽ തന്നെയാണ്. അപ്പോൾ അത്തരം കാര്യങ്ങളിലൊക്കെ ആഴക്കടൽ മത്സ്യബന്ധനം ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. ഇതിലെല്ലാം പുറകോട്ട് പോയിട്ടുണ്ട്. ഇതെല്ലാം പുറകോട്ട് പോകേണ്ട സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. എന്തിനേറെ പറയുന്നു, പാലക്കാട് കൊക്കക്കോള ഫാക്ടറി വന്നപ്പോൾ അതിനെ സമരം ചെയ്ത് പൂട്ടിച്ചത് അവിടുത്തെ ജനങ്ങളുടെ പിന്തുണയോടുകൂടിയാണ്. അവിടുത്തെ ജലചൂഷണത്തിനെതിരായിട്ടാണ്. ഇവിടെ 2018 ബ്രൂവറിയും ഡിസ്റ്റിലറിയും കൊടുക്കാൻ ശ്രമിച്ചപ്പോൾ താങ്കൾ പറഞ്ഞ 25 വർഷമല്ലേ, 5 വർഷം മുമ്പ് കൊടുക്കാൻ ശ്രമിച്ചപ്പോൾ മലമ്പുഴയുടെ MLA ശ്രീ VS അച്യുതാനന്ദൻ തന്നെ കത്ത് നൽകിയില്ലേ കൊടുക്കരുതെന്ന് പറഞ്ഞുകൊണ്ട്? 2018 ഒക്ടോബർ മാസം 30-ാം തീയതിയാണെന്നാണ് എൻ്റെ വിശ്വാസം. അദ്ദേഹം കത്ത് കൊടുത്തിട്ടില്ലേ അവിടെ ബ്രൂവറി സ്ഥാപിക്കാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട്? അതേ സ്ഥലത്ത് തന്നെയല്ലേ ഇപ്പോഴും കൊടുക്കുന്നത്. അപ്പോൾ ഇതിനെ സംബന്ധിച്ച് ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ ആർക്കും കഴിയുന്നില്ല. ഇതിനെ സംബന്ധിച്ച് എന്താ പറയുന്നത്, അബ്കാരി മന്ത്രി, എക്സൈസ് മന്ത്രി പോലും ഇതിൽ നിന്ന് ഒഴിഞ്ഞ് അദ്ദേഹം ജില്ലാ സമ്മേളനത്തിന്റെ മറവിൽ നിയമസഭാ സമ്മേളനത്തിൽ നിന്ന് ഒളിച്ചോടുകയായിരുന്നു. മുഖ്യമന്ത്രി ബാറ എന്നൊക്കെ കേൾക്കുമ്പോൾ കോഴ എന്നൊരു വിചാരമൊക്കെ ഉണ്ടാകുന്നത് നിങ്ങളുടെ ജനിതക പ്രശ്നമാണ് എന്നുള്ളതാണ് മുഖ്യമന്ത്രി സഭയിൽ പറയുന്നത്. ജോസ് കെ മാണി LDFന്റെ MP അല്ലേ? റോഷി അഗസ്റ്റിൻ LDFന്റെ മന്ത്രിയല്ലേ? അപ്പോൾ അതൊക്കെ അവരൊക്കെ അപ്പുറത്തിരിക്കുന്ന കാര്യം അദ്ദേഹം ഓർത്തുകൊണ്ടാണോ ഇതൊക്കെ സംസാരിച്ചത്? അദ്ദേഹം ആരോപണം ഉന്നയിച്ചത് CPMന്റെ സംസ്ഥാന സെക്രട്ടറി ആയിരിക്കെ ഇപ്പോഴത്തെ മുഖ്യമന്ത്രി ആരോപണം ഉന്നയിച്ചതിൽ പരമപ്രധാനിയായിരുന്നു ശ്രീ KM മാണി. KM മാണി അഴിമതിക്കാരൻ എന്ന് പറഞ്ഞുകൊണ്ട് സമരം നടത്തിയിട്ടുള്ളത് ആളുടെ പേരാണ് CPMന്റെ സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന പിണറായി വിജയൻ. അപ്പോൾ അദ്ദേഹത്തിന് ആ അഭിപ്രായം ഇപ്പോഴും ഉണ്ടോ? അദ്ദേഹത്തിൻ്റെ നോമിനിയായിട്ടല്ലേ, KM മാണിയുടെ പിൻഗാമിയായിട്ടല്ലേ അവിടെ റോഷി അഗസ്റ്റിൻ ഇരിക്കുന്നത്? നിഷേധിക്കാൻ കഴിയുമോ? ജയരാജ് ചീഫ് വിപ്പായിട്ടിരിക്കുന്നത്, അതുപോലെ ജോസ് കെ മാണി രാജ്യസഭയിലിരിക്കുന്നത്. അപ്പോൾ അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഞാൻ ചോദിക്കട്ടെ, 2016 മുമ്പ് നടന്നിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചെല്ലാം അന്വേഷിക്കാൻ മന്ത്രിതല ഉപസമിതി ഉണ്ടായിരുന്നു. ശ്രീ AK ബാലൻ ഉൾപ്പെടെയുള്ളവർ അന്വേഷിച്ചല്ലോ. എന്ത് നേടി, എന്ത് കണ്ടെത്തി, ഏത് കേസെടുത്തു, ആർക്കെങ്കിലും എതിരെ കേസുണ്ടോ? ഒന്നുമില്ല. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു വന്നത്,
ഇവിടെ ജനങ്ങളെ വിശ്വാസത്തിലെടുക്കാതെ ഇത്തരത്തിൽ അഴിമതി നടത്താൻ വേണ്ടി മാത്രം നടത്തിയിട്ടുള്ള ഈ ഇടപാട് ആരും അറിയാതെ ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു, 2003 കേന്ദ്ര സർക്കാരിലേക്ക് അപേക്ഷ നൽകുമ്പോൾ തങ്ങൾ അവിടെ ഫാക്ടറി തുടങ്ങുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അപേക്ഷ സമർപ്പിക്കാനുള്ള ആ ആർജവം ഒയാസിസ് കമ്പനിക്ക് ഉണ്ടാകണമെങ്കിൽ ഒയാസിസ് കമ്പനിയുടെ PROമാരായി മുഖ്യമന്ത്രിയും അബ്കാരി മന്ത്രിയും അതുപോലെ പാർട്ടി സെക്രട്ടറി എം വി ഗോവിന്ദനും മാറിയിരിക്കുന്നു. എന്നെ കൗതുകപ്പെടുത്തുന്നത്, എന്നെ ആശ്ചര്യപ്പെടുത്തുന്നത് എല്ലാ കാര്യത്തിലും പരസ്യമായി ന്യായീകരണവുമായി വരുന്ന ശ്രീ AK ബാലനെ മാത്രം ഈ വിഷയത്തിൽ ഇതുവരെ കണ്ടില്ല. ഏതായാലും നാളെയെങ്കിലും അദ്ദേഹം ഇതുമായി ബന്ധപ്പെട്ട് വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ശരി, ഒരു ഇടവേള. ശ്രീ PM ആർ ഷോ അങ്ങേലേക്ക് വരാം. ശ്രീ PM ആർ ഷോ, അഴിമതി ആരോപണത്തിൽ നിന്ന് പിന്നോട്ട് പോയോ എന്നുള്ളതാണ് അങ്ങ് ജ്യോതികുമാർ ചമക്കാലയോട് ചോദിച്ച ചോദ്യം. ഇന്നലെയും ഇന്നും നിയമസഭയിൽ ഈ അഴിമതിയുടെ കാര്യങ്ങൾ മുൻ പ്രതിപക്ഷ നേതാവ് അടക്കം ഉന്നയിക്കുന്നത് നമ്മളെല്ലാവരും കേട്ടതാണ്. ഈ അഴിമതി ആരോപണവുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് പിന്നോട്ട് പോയിട്ടില്ല എന്നുള്ളതാണ് ഉന്നയിക്കുന്ന ഒരു കാര്യം. പിന്നെ BJPയുടെ പ്രതിനിധിയും കോൺഗ്രസിന്റെ പ്രതിനിധിയും കൃത്യമായി ചോദിക്കുന്ന ഒരു കാര്യം, പാലക്കാട്ടെ ജലദൗർലഭ്യവുമായി ബന്ധപ്പെട്ട് സമരങ്ങൾ നടത്തിയിട്ടുള്ള, പ്ലാച്ചിമടയിലടക്കം സമരങ്ങൾ നടത്തിയിട്ടുള്ള CPM മലമ്പുഴയിൽ VS അച്യുതാനന്ദൻ തന്നെ ഈ പറയുന്ന കാര്യം 2018 വരുന്ന സമയത്ത് അദ്ദേഹം എതിർത്തിട്ടുണ്ട് എന്നുള്ളിടത്ത് എങ്ങനെയാണ് ഇതുമായി മുന്നോട്ട് പോകാൻ കഴിയുന്നത് എന്നുള്ളത് ഒന്നാമത്തെ കാര്യം. അതിന് മറുപടിക്ക് ശേഷം അടുത്ത ചോദ്യം. അല്ല, അതിലേക്ക് വരാം. ഞാൻ മനസ്സിലാക്കുന്നത് ഇന്ന് രാവിലെയും ഇന്ന് വൈകുന്നേരം ചർച്ചയ്ക്ക് വരുന്നതിന് തൊട്ട് മുൻപ് ശ്രീ ജ്യോതികുമാർ ചാമക്കാല തിരുവനന്തപുരം നഗരത്തിലുള്ള എല്ലാ AA ക്യാമറയുടെയും മുകളിൽ യൂത്ത് കോൺഗ്രസ്സുകാരും യൂത്ത് ലീഗുകാരും വെച്ച കൊട്ട മുഴുവൻ തിരിച്ച് പറക്കിയെടുത്ത് KPCC ആസ്ഥാനത്ത് തിരികെ ഏൽപ്പിച്ചതിന് ശേഷമാണ് ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി വന്നിട്ടുള്ളത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കൊട്ട ഇപ്പോഴും നിങ്ങൾ തുടരുന്നുണ്ട് എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കേരളത്തിനകത്ത് നിങ്ങൾ പിന്നോട്ട് പോയ ഡസൺ കണക്കിന് നിങ്ങൾ കൊട്ട തിരിച്ച് KPCC ആസ്ഥാനത്ത് എത്തിച്ചതിന് ശേഷം തന്നെയാണ് അങ്ങനെ ഇവിടെ എത്തിയത് എന്ന് ഞാൻ കരുതുന്നു. നിങ്ങൾ പുറകോട്ട് പോയ നൂറുകണക്കിന് വിഷയങ്ങളാണ് ഞാൻ സമരാഭാസങ്ങൾ എന്റെ നാട്ടിലുണ്ട് ഇല്ലേ? അല്ലേ കേരളത്തിന്റെ കുറ്റി KPCC ആസ്ഥാനത്ത് ഏൽപ്പിച്ചല്ലോ നിങ്ങൾ. കുട്ടികൾ എവിടെ? കൊട്ട തിരിച്ച് KPCC ആസ്ഥാനത്ത് കുറ്റി എവിടെ കൊണ്ടുപോയി? എവിടെ സ്പ്രിംഗ്ലറിന്റെ കൊട്ട തിരിച്ചു കൊണ്ടുപോയി KPCC ആസ്ഥാനത്ത് വെച്ചതിന് ശേഷം തന്നെ ആയിരിക്കുമല്ലോ അങ്ങ് ഇവിടെ വന്നിട്ടുള്ളത്. എവിടെയാ കേരളയിൽ? അല്ലേ? എവിടെ നിങ്ങളെ കൊട്ട എവിടെ കൊട്ടയും വട്ടിയൊക്കെ എവിടെ? കൊട്ട എവിടെ? KPCC ആസ്ഥാനത്ത് തിരിച്ചേൽപ്പിച്ചു. രാവിലെ പോയി മുകളിൽ കൊട്ടയിടാൻ പോകണം. ജ്യോതികുമാർ കൊട്ടയിടാൻ പോകണം രാവിലെ. തർക്കവും വേണ്ട, ഞങ്ങൾ മനസ്സിലല്ലേ? ഞാൻ വാദം തുറന്നിട്ടില്ലല്ലോ. ഇങ്ങനെ സംസാരിക്കാൻ തുടങ്ങിയാൽ, ഇങ്ങനെ ചോദിച്ചാൽ തിരിച്ച് ഇതുപോലെ തന്നെ ചോദിക്കും. ഇതൊക്കെ മേളിൽ കയറുമ്പോ മതി, എന്റെ അടുത്ത് വേണ്ട. മനസ്സിലായോ? ഇതൊക്കെ അവരോടൊക്കെ മതി, എന്റെ അടുത്തൊന്നും വേണ്ട. മനസ്സിലായില്ലേ? വ്യക്തിപരമായി തന്നെ പറയും. ആ അഭ്യാസമൊന്നും വേണ്ട. അത്തരക്കാരനൊന്നും അല്ല ഞാൻ. അവരെ മുലഭ്യം പറയുന്നത് ഞങ്ങൾ കണ്ടതാ. അങ്ങോട്ട് വരണ്ട, അത് വേണ്ട, ഇങ്ങോട്ട് വരണ്ട. ക്യാമ്പിൽ പോയി പറഞ്ഞാൽ മതി. അങ്ങനെ ഈ നാട് മുഴുവൻ വിളിച്ചത് ഈ നാട് മുഴുവൻ കേട്ടതാ. ഒന്നും ഞങ്ങളാരും വിളിച്ചത് നമ്മളൊക്കെ കേട്ടതാ. നേതാക്കന്മാർ നിങ്ങളുടെ പാർട്ടിയിലുണ്ട്.
സുധാകരൻ വിളിച്ച് എനിക്കിവിടെ പറയാൻ കൊള്ളത്തില്ല സാറേ. അല്ലല്ല ഞാൻ പറയാം സുധാകരൻ എം എം മണി പറഞ്ഞത് ഞാൻ വിളിച്ച് പറയണോ? എനിക്കിവിടെ വേണ്ട, പറയാൻ ആരും കൊള്ളത്തില്ല. പറയണ്ട, ആരുടെയും ഞാൻ പറയണോ? വാഗ്വിലാസം എം എം മണി പരിഗണിക്കുന്നത് പറഞ്ഞത് നല്ലത്. അതെ, സുധാകരൻ ഞാൻ ആ മറ്റേ പടി കൊടുത്തത് ഞാൻ പറയുന്നില്ല. എന്നെ കൊണ്ട് പറയാൻ വേണ്ട. പറയാൻ കൊള്ളാത്തോടെ ഞാൻ അല്ല, ഇതൊന്ന് പറയാത്തെ. നിർത്തോ, ഇതൊന്ന് അവസാനിപ്പിക്കോ. അല്ല, സുധാകരൻ ഒന്ന് അവസാനിപ്പിച്ച് രണ്ടുപേരും. ഈ ചാനൽ ചർച്ച ചെയ്യുന്നത് എന്തും പറയാമോ? ഉണ്ടല്ലോ അതൊക്കെ കൈ വെച്ചിരുന്നാൽ മതി, വേറെ ആളിനെ നോക്കിയാൽ മതി. എന്തും വിളിച്ചു പറയാം. അതെ അതെ എം എം മണിക്ക് എന്തും പറയാം. എം എം മണിക്ക് എന്തും പറയാല്ലേ കേട്ടോ? എം എം മണിക്ക് എന്തും പറയാല്ലേ? അതൊക്കെ കൈ വെച്ചിരുന്നാൽ മതി. വേറെ ആള് മാറിപ്പോയി. സുധാകരന്റെ നെഞ്ചത്ത് കയറുന്നത് ഓ, അതെ, അതെ, അതെ. ചർച്ചയിൽ നെഞ്ചത്ത് വനിതാ നേതാവിന്റെ നെഞ്ചത്ത് കയറുന്നത് ഞങ്ങൾ കണ്ടതാ പരസ്യമായിട്ട്. വീട്ടിൽ പോയി പറഞ്ഞാൽ മുല്ലഭയം വിളിക്കുന്നത് ഞങ്ങൾ കണ്ടതാ. നിഷേധിക്കാൻ കഴിയുമോ? താനെ നിഷേധിക്കാൻ പറ്റുമോ? സുധാകരന്റെ നെഞ്ചത്ത് കയറുന്ന പോലെ അതെ അതെ ഞാൻ സുധാകരന്റെ നെഞ്ചത്ത് കയറുന്നത് ജനങ്ങൾക്കറിയാം. മനസ്സിലായില്ലേ? ഞാൻ താങ്കൾ എന്നെ വ്യക്തിപരമായി പറഞ്ഞാൽ നൂറിരട്ടി ഞാൻ പറയും. നൂറിരട്ടി ഞാൻ പറയും. ഒരു തർക്കവും വേണ്ട. അങ്ങനെ ഒന്നും കീഴടക്കുന്നവരല്ല ഞാൻ. വേറെ ആളെ നോക്കിയാൽ മതി. അല്ല, നിങ്ങൾ അവസാനിപ്പിക്കാൻ ആ ഉദ്ദേശിച്ചത് ഭാഷയും കൊണ്ട് ഇങ്ങോട്ട് വരണ്ട. ആ അതെ അതെ എന്റെ അടുത്ത് വേണ്ട. എന്റെ അടുത്ത് വേണ്ട. എന്നെ കുട്ട ചോദിച്ചാൽ ഞാൻ കേരളത്തിലെ കുട്ടി ചോദിക്കും. ഒരു മിനിറ്റ് മതി 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 മതി. അല്ല അല്ല, ഏറെ കേട്ടിരിക്കുന്നു നാട്ടുകാർ. കേട്ടോ, ഏറെ കേട്ടിരിക്കുന്നു. മതി. അതൊന്നും വേണ്ട, ഒന്നും വേണ്ട. സർട്ടിഫിക്കറ്റും പരീക്ഷ എഴുതാത്ത പരീക്ഷ എസ്എഫ്ഐയുടെ സംസ്ഥാന സെക്രട്ടറി കൂടുതൽ ന്യായം എന്ന് പറയണ്ട. ഗതികേടാണിത്. പറയരുത്. എത്ര തവണ എന്നോട് പറയരുത്. ആ നിങ്ങൾ ചോദിച്ചോ? ഇത് നിർത്തി. ഇനി സംസാരിക്കില്ല. ആർഷോ മതി 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 മതി. പറഞ്ഞു പൂർത്തിയാക്കും. ഇത് എന്റെ അവസരം, ഞാൻ സംസാരിക്കും. സംസാരിക്കുമ്പോ സഭ്യമായി സംസാരിക്കണം. സംസാരിക്കുമ്പോ സഭ്യമായി സംസാരിക്കണം. ഇല്ലെങ്കിൽ തിരിച്ചു പറയും. പറയാനാ ഞാൻ വന്നിരിക്കുന്നത്. ജ്യോതികുമാരെ, എന്നെ സംസാരിക്കാൻ തൽക്കാലം നിങ്ങൾ പഠിപ്പിക്കണ്ട. അതെ അതെ. നിങ്ങളുടെ പക്ഷേ എന്നെ കുറിച്ച് പറഞ്ഞാൽ കേട്ടുകൊണ്ടിരിക്കുമെന്ന് ആർഷോ കരുതുകയും ചെയ്യരുത്. കരുതരുത്. എന്നെ കുറിച്ച് പറഞ്ഞാൽ ആർഷോ ഞാൻ കേട്ടോണ്ടിരിക്കുന്നത് കരുതരുത്. ഓഫീസിൽ വന്നിട്ട് ട്യൂഷൻ ക്ലാസ്സിൽ ഇരിക്കാൻ ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല. ട്യൂഷൻ ക്ലാസ്സിൽ പോയിട്ടില്ല. ക്ലാസ്സിലേ പോയിട്ടില്ല. പിന്നെ ട്യൂഷൻ ക്ലാസ്സിൽ പോകുന്നത് ക്ലാസ്സിൽ കയറാൻ അറ്റൻഷൻ കിട്ടുന്നവരല്ലേ ട്യൂഷൻ ക്ലാസ്സിൽ പോകുന്നത്. വേറെ പണി ക്ലാസ് എടുക്കരുത്. അതെ അതെ അതെ. മര്യാദ സംസാരിക്കണം കേട്ടോ. ഒന്ന് അവസാനിപ്പിക്കണം. ചർച്ചയുടെ ആള് മാറിപ്പോയി. വിഷയത്തിലേ അല്ല ആള് മാറിപ്പോയി. നിങ്ങൾക്ക് ആകാശത്തിന് കീഴിലുള്ള മുഴുവൻ കാര്യങ്ങളും വ്യക്തിപരമായി ആക്ഷേപിക്കാൻ തന്നാൽ കേട്ടുകൊണ്ട് പോകുന്ന കാര്യങ്ങൾ ഒട്ട ചോദിച്ചാൽ ഞാൻ കേരളത്തിലെ കുട്ടി ചോദിക്കും. ഒരു തർക്കവും വേണ്ട. ശ്രീ ജ്യോതികുമാർ, എന്റെ അവസരത്തിൽ എന്റെ അവസരത്തിലാണെന്ന് പറഞ്ഞാൽ എന്തും പറയാമെന്നൊന്നും കരുതി കളയരുത്. എന്റെ അവസരത്തിൽ എന്തും പറയാമെന്നൊന്നും കരുതി കളയരുത്. അങ്ങനെയൊന്നും കേട്ടോണ്ട് പോകില്ല. ആള് മാറിപ്പോയി. അല്ല, നിങ്ങളുടെ അവസരത്തിൽ നിങ്ങൾ എന്താ ചോദിച്ചത്? എന്ത് ചോദിച്ചു? പറയേ, കേൾക്കട്ടെ. ഞാൻ എന്താണ് സംസാരിച്ചത് താങ്കൾ പറയൂ. നിങ്ങൾക്ക് ആള് മാറിപ്പോയി. എന്താ പറയേ, കേൾക്കട്ടെ. അല്ല, ഈ കൊട്ട എന്താ അസഭ്യാണോ? കൊട്ട എവിടെ? ഇതിപ്പോ ആള് മാറിപ്പോയി. എനിക്കാണ് രണ്ടുപേർ രണ്ട് ഉത്തരവാദിത്തപ്പെട്ട രാഷ്ട്രീയ മറിച്ച് കേരളയിൽ നിന്ന് പിൻവാങ്ങിയിട്ടുണ്ട്. അത് തന്നെയാ പറയാൻ ഉദ്ദേശിച്ചത്. അങ്ങനെയാണ് പറയുന്നത്. സമരമല്ലേ? അതൊക്കെ വേറെ ആളിനെ നോക്ക്. സമരം നടത്തിയ സമരമല്ലേ? ഒന്ന് നിർത്തുവോ? അല്ല, നിങ്ങൾ നടത്തിയ സമരമല്ലേ? പറഞ്ഞു കഴിഞ്ഞല്ലോ ശ്രീ. അല്ല, നിങ്ങൾ പോലീസിനെ കൊണ്ട് കേരളയിൽ കുഴിച്ചിട്ടല്ലോ. കേരളയിലെ കുറ്റി എന്നിട്ട് എന്തിനാ ചോദിച്ചത്? എന്തിയാ കുറ്റികൾ? നിങ്ങൾക്ക് എന്താ, നിങ്ങൾ കൊട്ട വെച്ചതിനെ കുറിച്ച് പറയുമ്പോ പ്രേക്ഷകരോട് ക്ഷമിക്കണം. ഒരു ചർച്ച കാര്യക്ഷമമായി പൂർത്തീകരിക്കാൻ കഴിയാത്ത സാഹചര്യമുണ്ട്. ഞാനത് പരമാവധി ശ്രമിച്ചു. പക്ഷേ ഈ പറയുന്നത് പോലെ നിയന്ത്രിക്കാൻ ശ്രമിക്കാനേ കഴിയുകയുള്ളൂ. അതിനപ്പുറത്തേക്ക് അല്ലല്ല. ചർച്ച കഴിഞ്ഞു. അല്ലല്ല, അത് ശരിയല്ല. അത് രാഷ്ട്രീയ ഈ പറയുന്ന CPM-ന്റെയും കോൺഗ്രസിന്റെയും പ്രതിനിധികളെ അയക്കുന്നതിന് ഒരു ഏകജാലക സംവിധാനമുണ്ട് ഇവിടെ. അപ്പോൾ അവർക്കിത് പരിഗണിക്കാവുന്നതാണ്. നിയമസഭയിൽ ഉന്നയിക്കപ്പെട്ട ഒരു വിഷയത്തിൽ കാര്യക്ഷമമായ ഒരു ചർച്ച മുന്നോട്ട് കൊണ്ടുപോവുക എന്നുള്ള നിലയ്ക്കാണ് നമ്മളുടെ എല്ലാവരുടെയും വിലപ്പെട്ട പ്രേക്ഷകരുടെയും വിലപ്പെട്ട സമയം നമ്മൾ എടുത്ത് ഇങ്ങനൊരു കാര്യം കൊണ്ടുപോകുന്നത്. അത് കൃത്യമായി അവസാനിപ്പിക്കാൻ കഴിയുക എന്നാൽ പ്രേക്ഷകർ ക്ഷമിക്കുക. വളരെയധികം നന്ദി. പാലസ് പ്രേക്ഷകർ.